നമ്മൾ കാണുന്ന മലയാളത്തിൽ എനിക്ക് തോന്നുന്നു 90% സിനിമകളിലും അവിഹിതവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ക്രൈം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അത് വേണ്ടാന്ന് വെച്ചു. സോ ഇനി അവർ ട്രയലിന് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തകളുണ്ട്. ഒരു കോർട്ടൂൺ ഡ്രാമയായിട്ട് വേണേൽ നായകനെ കാണാൻ അടുത്ത അങ്ങനെ ഒരു ചിന്തയുണ്ട്. ചിലപ്പോൾ ചാക്കോച്ചൻ ഇത്രയും റഫായിട്ട് അഭിനയിക്കുമായിരുന്നു, ചിലപ്പോൾ ഞാൻ ആ സീൻ ഫസ്റ്റ് ഷോ അത് എഴുതില്ലായിരുന്നു. പുള്ളി എന്നിട്ട് പെർഫോം ചെയ്തപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു. ചാക്കോച്ചൻ ചെയ്ത ഹരിശങ്കർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പോയാലും അങ്ങനെ ഒരു പോലീസുകാരനെ കിട്ടില്ല. പട്ടാളക്കാരൻ ഒരാൾ വെടിവെച്ച് വന്ന ഹീറോയാണ്. പോലീസുകാരൻ വെടിവെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ പണിയാണ്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്ന വെടിവെപ്പുകളിലെ എല്ലാം പോലീസുകാരുടെ ഒരു അവസ്ഥ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പലപ്പോഴും ഡ്രൈവർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അന്ന് ചെറിയ സ്റ്റേഷനായതുകൊണ്ട് 24 മണിക്കൂർ വണ്ടി ഓടിക്കുക, നെക്സ്റ്റ് 24 മണിക്കൂർ റെസ്റ്റ്, വീണ്ടും 24 മണിക്കൂർ വണ്ടി ഓടിക്കുക. അങ്ങനെ ഞാൻ കുറച്ചാൾ പോയിട്ടുണ്ട്. ചില ഓഫീസർമാർ വണ്ടി കയറിയിരുന്നങ്ങ് ഫുൾ ടൈം ഉറങ്ങും. പിന്നെ അവരുടെ പണി കൂടെ നമ്മൾ ചെയ്യണം. അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ ചെറുതായിട്ട് കല്ലി കൊണ്ട് കയറ്റാറുണ്ടായിരുന്നു. എനിക്കറിയാവുന്നിടത്തോളം പോലീസുകാർ ഈ വഴിയിൽ നിന്ന്, കേരള പോലീസിൻ്റെ കാര്യം പറയാം, വഴിയിൽ നിന്ന് ഒരാളുടെ ഒരു 100 രൂപ വാങ്ങിക്കേണ്ട ആവശ്യമുള്ള ഒരു പോലീസുകാരനും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഒട്ടും പറ്റാത്തൊരു സ്ഥലമാണെന്ന് മനസ്സിലായി. നല്ല കാര്യമൊന്നും കാണുന്നില്ലല്ലോ ലൈഫിൽ. എൻ്റെ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം ഇതിലെ കഥാപാത്രങ്ങളെയോ കഥയോ കുറിച്ചൊന്ന് ആൾക്കാർ തലയ്ക്കകത്ത് വേണമെന്നൊരാഗ്രഹമുണ്ട്. സോ ആ ആഗ്രഹം കാരണമാവാം മേ ബി ഡാർക്കായി പടങ്ങൾ എൻഡ് ചെയ്യുന്നത്. ഇനി ഞാൻ എഴുതിയ പടമായതുകൊണ്ട് മാത്രം ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടല്ലോ അവസാനം ചാക്കോച്ചൻ എന്തെങ്കിലും പറ്റുമെന്ന്. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല ചുറ്റിയെടുത്ത് ഒരാളെ തലക്കടിച്ചിട്ട് കൊണ്ടുപോയി ബ്രെയിൻ ഡെഡ് ആക്കി. സിനിമാറ്റിക് ലിബർട്ടിയാണത്. ഇതാരെങ്കിലും നടക്കില്ല എന്ന് പറഞ്ഞാൽ പറയും പിന്നെ അയാൾ പോലീസ്, അയാളുടെ എക്സ്പീരിയൻസ് എവിടെ ഉണ്ടായ റിയൽ സംഭവം എഴുതിയെന്നാ പറയുന്നത്. ഞാനൊരു 100 സ്ഥലത്ത് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുന്നില്ല. അതിനേക്കാളും സിനിമ വർക്കായിപ്പോയി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633888575. ഷാഹി കബീറാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയ പോഡ്കാസ്റ്റിൽ. നമസ്കാരം. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. റോന്ത് റിലീസാവുന്നു 13-ാം തീയതി, അടുത്ത മാസം. മഴയുണ്ട് നന്നായിട്ട്. ആളുകൾ തിയേറ്ററിലേക്ക് മഴയെ അതിജീവിച്ച് വരുമോ? ആ ഭയങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ആൾക്കാർ കാണാൻ ശ്രമിക്കും. ഇപ്പം എനിക്കൊന്ന് ജോസഫ് ഇതേ കണക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള സമയത്തായിരുന്നു. ഹർത്താലിന്റെ സമയമായിരുന്നു, പിന്നെ മഴയുണ്ടായിരുന്നു. ഷാഹിയുടെ എഴുത്തിൽ പരാജയപ്പെട്ട നായകന്മാരാണുള്ളത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഈ പരാജയപ്പെടുക എന്നുള്ളത് വളരെ നാച്ചുറലി എഴുത്തിൽ വരുന്നൊരു എലമെന്റ് ആണോ? എനിക്ക് ചിലപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളുടെ പ്രശ്നമായിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങൾ നല്ലതാണ്. കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എല്ലാം വിജയിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നതിനപ്പുറം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകൾ തന്നെ ആയിരിക്കാം. അത്തരം കുറച്ചുകൂടെ റിയലായിട്ടുള്ള, അല്ലെ എല്ലാത്തിനെയും എതിർത്ത് വിജയിക്കാനൊന്നും പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കുറച്ച് റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കാം എന്ന് കരുതുന്നു. നായകന്മാരൊക്കെ അങ്ങനെയാണ്, മനുഷ്യരായിട്ടേ കാണുന്നുള്ളൂ, നായകനായിട്ട് കാണുന്നില്ല. എല്ലാവരും മനുഷ്യരാണെന്നുള്ള രീതിയിലാണ് കഥകൾ സെറ്റ് ചെയ്യാറുള്ളത്. ഈ റോന്തിനകത്ത് നിരീക്ഷണ പാഠവും വേണം ഒരു പോലീസുകാരനെന്ന് പറയുന്നൊരു വരിയുണ്ടല്ലോ. അപ്പോൾ സാധാരണ ഒരാൾ നിരീക്ഷിക്കുന്നതും ഒരു പോലീസുകാരൻ നിരീക്ഷിക്കുന്നതും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം ഉണ്ടാവുക? പോലീസുകാരൻ്റെ ജോലി തന്നെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരന് ഇപ്പം അവർക്ക് ആ താല്പര്യമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി. പോലീസുകാരനെ സംബന്ധിച്ചുള്ളത് ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യണം. ഇപ്പോൾ നൈറ്റ് പെട്രോളിംഗ് ആണെങ്കിൽ ആ വഴി നിൽക്കുന്ന മനുഷ്യർ അവിടെ എങ്ങനെയുള്ള മനുഷ്യരാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അലമ്പായിട്ടുള്ള മനുഷ്യരുണ്ടോ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ചിന്തകൾ. അത് ഓരോ സെറ്റും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കുറ്റാന്വേഷണമാണെങ്കിൽ അടുത്ത ലെവലായിരിക്കും ഒബ്സർവേഷൻ. പോലീസുകാരുടെ കഥാപാത്രങ്ങൾ എഴുതുന്ന സമയത്ത് ഇപ്പം ഈ 4 കഥകളിലും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ മാത്രമാണ് കുറച്ച് കറപ്റ്റായിട്ടുള്ള ഒരു ഏരിയ വന്നത്. ബാക്കിയുള്ളതിൽ അങ്ങനെ കറപ്റ്റായ പോലീസുകാർ അങ്ങനെ എഴുതി വെച്ചതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ കൈക്കൂലി വാങ്ങിക്കുന്നൊരു സീക്വൻസ് ഒന്നും ആ സിനിമകളിൽ വന്നതായിട്ടും തോന്നിയിട്ടില്ല. പക്ഷെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള പോലീസ് കഥകളിലൊക്കെ അങ്ങനെ ഒരു പോലീസ് ഓഫീസറൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ദുഷ്ടനായ പോലീസുകാരൻ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു കഥയല്ലേ എഴുതുന്നത്, അപ്പോൾ അതിൻ്റെ അകത്ത് ആ കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ അങ്ങനെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ജോസഫ് കൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ ആ സിനിമയ്ക്ക്? ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കകത്ത് കറപ്റ്റഡായ ഒരാളെന്ന് പറയുന്നത് അങ്ങനെ കാണിക്കുന്നുണ്ട്. മനുഷ്യരല്ലേ എല്ലാത്തിലും. ഇപ്പോൾ പോലീസും ഏത് വകുപ്പെടുത്താലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ വരുന്നത്. ഓരോരുത്തരും അവരുടെ സ്വഭാവം ഉണ്ടാകും. പക്ഷേ എൻ്റെ സിനിമയിൽ അങ്ങനെ ആൾക്കാർ വരേണ്ട സാഹചര്യം വന്നില്ല, അതുകൊണ്ട് ഇതുവരെ വന്നില്ല എന്നുള്ളൂ. സസ്പെൻഡ് ആയിട്ടുള്ളൊരു പോലീസുകാരൻ, പിന്നെ അയാൾക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര വലിയൊരു കേസ് വരുന്നു. അപ്പോൾ ഉള്ള ഫോഴ്സിൽ ആർക്കും ആ കേസ് തെളിയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ അയാൾ വരുന്നു, ആ കേസ് അയാൾ ജയിക്കുന്നു. അല്ലല്ല, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ആയിരിക്കും പലപ്പോഴും ആ കേസിൻ്റെ പ്രശ്നം. ഇങ്ങനെയായിരുന്നു പോലീസ് സ്റ്റോറികളിൽ ഒരു പൊതുധാര ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഇത് എലമെൻസ് ആയിരുന്നു, കോമൺ എലമെൻസ് ആയിരുന്നു. അതെപ്പോൾ മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങി? അപ്പോൾ മുതൽ ആ എഴുത്തിൽ അത് വേണ്ടെന്ന് ബോധപൂർവ്വം ഒഴിവാക്കാൻ തുടങ്ങി? ഇത് ജോസഫ് ഫോട്ടാണ്. അപ്പോൾ ജോസഫ് എഴുതാൻ നേരം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്നോട് ഒരു കുറ്റാന്വേഷണ സിനിമ എഴുതാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എഴുതുന്നൊരു സിനിമയാണ്. അപ്പം
ഇതിന് മുമ്പ് വന്ന എല്ലാം ഒന്ന് മാറാം എന്നുള്ള ചിന്തയാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ഒരു പോലീസുകാരൻ വേണേൽ ഇൻവെസ്റ്റിഗേറ്റർ ആക്കാം, ഓക്കെ, വേണേൽ സസ്പെൻഷനിലാക്കാം, ചിലപ്പോൾ ലൈവ് ആക്കാം. പക്ഷേ അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ ഇതുവരെ ഒരു റിട്ടയർഡായ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്കത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മളുടെ സ്റ്റേഷനുകളിലെല്ലാം ഏതെങ്കിലും കള്ളന്മാരോ എന്തെങ്കിലും ബ്രേക്കിങ് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പം മുമ്പ് സ്ക്വാഡിൽ വർക്ക് ചെയ്ത ആൾക്കാരെ വിളിച്ച് അവരെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇറക്കാറുണ്ട്. പിന്നെ അവർക്ക് കൃത്യം അറിയാം ഇന്ന സ്ഥലങ്ങളിൽ അവരുണ്ടാവും, ഇന്ന സമയങ്ങളിൽ. അപ്പം അങ്ങനെ ഒരാൾ നായകനാകണമെന്ന് ചിന്തിച്ചു. രണ്ടാമത് ഈ പറഞ്ഞ തന്നെയാണ്, നമ്മൾ കാണുന്ന മലയാളത്തിൽ എനിക്ക് തോന്നുന്നു 90% സിനിമകളിലും അവിഹിതവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ക്രൈം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ മുമ്പുണ്ടായിരുന്ന സാധനങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ജോസഫ്. അപ്പോൾ ഈ വിഴപ്പുഞ്ചിയുടെ ഒരു അവിഹിത എലമെന്റ് വരുന്നുണ്ടല്ലോ, അപ്പൊ അത് ചിന്തയിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നോ? സിനിമയിൽ ഒരു കേസ് അന്വേഷണം ഓക്കെ, നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ സിനിമയുടെ പേര് പറഞ്ഞാൽ എല്ലാ സിനിമയിലും കൊലപാതകം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു അവിഹിതം റിലേറ്റഡ് ആയിരിക്കാം. അങ്ങനെ അതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. എലവിട പുഞ്ചിറ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ 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 അതെ. റോന്തിനകത്ത് ഒരു സീനിയർ പോലീസുകാരനും ഒരു ജൂനിയർ പോലീസുകാരനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, അതായത് ഒരാളുടെ എക്സ്പീരിയൻസ് മറ്റൊരാളുടെ എക്സ്പീരിയൻസ് ഇല്ലായ്മ, ഇത് ജീവിതത്തിൽ നിന്ന് എത്രമാത്രം വന്നിട്ടുണ്ട് സിനിമയുടെ അകത്ത്? ഞാൻ പലപ്പോഴും ഡ്രൈവർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, 24 മണിക്കൂർ വണ്ടി ഓടിക്കാറുണ്ടായിരുന്നു. 24 മണിക്കൂർ? അന്ന് ചെറിയ സ്റ്റേഷനായതുകൊണ്ട് 24 മണിക്കൂർ വണ്ടി ഓടിക്കുക, നെക്സ്റ്റ് 24 മണിക്കൂർ റെസ്റ്റ്, വീണ്ടും 24 മണിക്കൂർ വണ്ടി ഓടിക്കുക. അങ്ങനെ ഞാൻ കുറച്ചാൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുമല്ല ചങ്ങനാശ്ശേരി അതിന് മുമ്പും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ നൈറ്റ് പെട്രോളിങ് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പല ഓഫീസർമാർ വരും നമ്മുടെ ഇവിടെ, പലരും പല സ്വഭാവങ്ങളും പല രസങ്ങളും ഉള്ള മനുഷ്യരാണ്. പിന്നെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളും പല രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതൊരു സിനിമയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. റോഷൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്ന ഏറെക്കുറെ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലെ എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് ഞാനെന്ന് പറയുന്ന ആളുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാവാം. എന്നുവെച്ചാൽ ഫുൾ എൻ്റെ അല്ല, ഇത് പല പല സംഭവങ്ങളും പല പല, പിന്നെ എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കിയെടുത്ത കഥകളുണ്ട് ഇതിൻ്റെ അകത്ത്, റിയലുണ്ട്, ഫിക്ഷനുണ്ട്, എല്ലാം ഉള്ള ഒരു ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. കുറേ പേരുടെ റെഫറൻസുകളുണ്ട്. അതെല്ലാം മറ്റേ ഓഫീസർമാരുടെ പലരുടെ സ്വഭാവങ്ങൾ ദിലീഷ് പോത്തന് എൻ്റെ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. റോഷൻ ഏറെക്കുറെ ഞാൻ തന്നെയാണ് എന്നുള്ള രീതി കാണാം. ഈ കുഴി ചാടിച്ചിട്ടൊരു ചെറിയ വിജയം നേടിയതിൻ്റെ ഒരു ചിരി ഉണ്ടല്ലോ റോഷന്, അങ്ങനെ സന്തോഷിച്ചിരുന്ന ഒരു ഷാഹി കബീർ ഉണ്ടായിരുന്നോ? തീർച്ചയായും. ചില ഓഫീസർമാർ വണ്ടി കയറിയിരുന്നങ്ങ് ഫുൾ ടൈം ഉറങ്ങും. പിന്നെ അവരുടെ പണി കൂടെ നമ്മൾ ചെയ്യണം, പട്ടാബൊക്കെ ഒപ്പിടണം എല്ലാം. അപ്പം അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ ചെറുതായിട്ട് കൊണ്ട് കല്ലി കൊണ്ട് കയറ്റാറുണ്ടായിരുന്നു. രാത്രി ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ നമ്മളെ അവൈക്ക് ആവുകയാണല്ലോ. അപ്പോൾ ഞാനൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ ഇനി ക്രൈം ഉണ്ടാവുമോ, അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഈ ജ്വല്ലറിയുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ സംശയാസ്പദമായിട്ട് ആ ജ്വല്ലറി കുത്തിപ്പൊളിക്കാനായിരിക്കും നിൽക്കുക, അപ്പുറത്തെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്, അപ്പോൾ അവരെ ഇനിയിപ്പോൾ ആരെങ്കിലും അസോൾട്ട് ചെയ്യാൻ വരും. ഇത്രയൊക്കെ നമ്മളിപ്പോൾ ഞാൻ പോലീസുകാരനെ ചിലപ്പോൾ ആലോചിക്കുന്നത് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഷാഹി വണ്ടി ഓടിക്കുമ്പോഴും അതങ്ങനെ ആലോചിച്ചിട്ട് തന്നെയായിരുന്നു ഓടിച്ചു പോയിരുന്നത്? ഇല്ല, അത് നിങ്ങൾ ചിന്തിക്കുന്ന കണക്ക് എവറി ടൈം നമ്മൾ നോക്കുന്നില്ല. ഇപ്പം നമ്മളുടെ നൈറ്റ് പെട്രോളിംഗ് എന്ന് പറയാമല്ലോ, 10 മണിയൊക്കെ ശേഷമാണ്, ഒരു 11-12 മണിക്ക് ശേഷമാണ് വിജനമാവുന്നത്. അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും കടത്തുന്നതിൽ ആരെങ്കിലും കണ്ടാൽ നമ്മൾ വിളിച്ച് ചോദിക്കും, അവർ ഡീറ്റെയിൽസ് ചോദിക്കും, എന്താണെന്ന് ചോദിക്കും. പിന്നെ നമ്മൾ രാത്രി കാണുന്നവരെല്ലാം ചെക്ക് ചെയ്യുന്നത് അതിനുവേണ്ടിയാണ്. രാത്രി വണ്ടി അയക്കപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ എഴുതിയെടുക്കുന്നത് നാളെ എന്തെങ്കിലും പരിചയമില്ല, എന്തെങ്കിലും ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർ പോകുന്ന വണ്ടിയാവാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ റൊട്ടീനാണത്. പിന്നെ നമുക്ക് വരുന്ന കോളുകളാണ്, ഇന്ന സ്ഥലത്തൊരു വിഷയമുണ്ട്, അപ്പോൾ നമ്മൾ അവിടെ പോകുന്നു. അങ്ങനെയുള്ള പരിപാടികളാണ് നൈറ്റ് പെട്രോളിങ്. രാത്രി മൊത്തം കള്ളനെ തപ്പി നടക്കലല്ല, ചെക്ക് ചെയ്യാണ്. പിന്നെ ഈ ആരാധനാലയങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. ATMs, ബാങ്ക്, ഇങ്ങനെ ഒരു 10-34 പട്ടാ ബുക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന ആ സമയത്ത് അവിടെ പരിശോധിച്ചു, അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ എഴുതി വയ്ക്കണം. അത് ഈ 10-36 എണ്ണം കാണും. ഈ 36 എന്ന് വെച്ചാൽ ഈ സ്റ്റേഷൻ മൊത്തം റൗണ്ട് ചെയ്യും. അപ്പോഴത്തെ ഒരു രാത്രി നമ്മൾ ഇത്ര ഒപ്പിട്ട് കയറുമ്പോൾ നമ്മൾ ആ സ്റ്റേഷൻ്റെ ഫുൾ പരിധി പോയിട്ടുണ്ടാവും. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ഒരു 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ റീക്രിയേഷൻ, അതായത് എൻ്റർടൈൻമെൻറ്റ്, സിനിമ കാണൽ, കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കുക, അങ്ങനെയാണല്ലോ. ഇപ്പോൾ 24 മണിക്കൂറൊക്കെ ജോലി ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പിറ്റേ ദിവസത്തെ, അതായത് 24 മണിക്കൂർ ജോലി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? നമ്മൾ ഒന്നിനും കൊള്ളില്ല. നേരെ പോവുക, കിടക്കുക, പിന്നെ പിറ്റേന്ന് രാവിലെ ഒന്ന് ഉണർന്ന് റെഡിയായി വരാൻ നേരം അടുത്ത പണിയായി. എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ആക്ച്വലി. ശരിക്കും 12 മണിക്കൂറിൽ കൂടുതലൊക്കെ വണ്ടി ഓടിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാരണം പോലീസിന് മാത്രമാണ് അതില്ലാത്തത്. ബാക്കി എല്ലാ ജോലിക്കും 8 മണിക്കൂർ ഇതുണ്ട്. നമുക്കങ്ങനല്ല. 8 മണിക്കൂർ സ്റ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും 8 മണിക്കൂർ ഒരിക്കലും കിട്ടാറില്ല. ഇനി അതല്ല, ഇനി ഞാൻ ആ ഡ്യൂട്ടി അല്ല, ഡ്രൈവറുടെ പണിയല്ല ചെയ്യുന്നതെങ്കിൽ തന്നെ രാവിലെ 8 മണിക്ക് സ്റ്റേഷനിൽ കയറണം. എങ്ങനെയായാലും അന്ന് നോർമൽ ഡ്യൂട്ടി ആണെങ്കിൽ വൈകിട്ട് 8 മണി വരെ ആവും. അപ്പോൾ തന്നെ 12 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സമയമാവുകയും ചെയ്യും. 8 മണിയെന്നെല്ലാം പറയുന്നതാണ്,
പക്ഷേ അന്ന് ഇപ്പം കേസുകൾ ഉണ്ടല്ലോ, സുമോട്ടോ കേസ് എന്ന് പറയും, ഇപ്പം മദ്യപിച്ച് വാഹനം ഓടിക്കണം. അന്ന് ആ 2 കേസ് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നിടം വരെ നമ്മളവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ 10 മണിയായിരിക്കും. അത് നോർമൽ പല ജോലിക്കും ഒരു 8 മണിക്കൂർ പണിയെടുത്ത ദിവസങ്ങളില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്. മിനിമം 12 നമ്മൾ ഈ കൂട്ടുകാരൊക്കെ ചെക്കിങ്ങിനൊക്കെ പോലീസുകാർ നിൽക്കുന്ന സമയത്ത് പറയുന്നൊരു വരിയുണ്ട്, മാസാവസാനമായി അവർക്ക് ടാർഗറ്റ് മുട്ടിക്കണം എന്ന്. ശരിക്കും അങ്ങനെ പോലീസിൽ ഒരു ടാർഗറ്റ് മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ് അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടോ? എനിക്കറിയാവുന്നിടത്തോളം പോലീസുകാർ ഈ വഴിയിൽ നിന്ന്, കേരള പോലീസിൻ്റെ കാര്യം പറയാം, വഴിയിൽ നിന്ന് ഒരാളുടെ നിന്ന് ഒരു 100 രൂപ വാങ്ങിക്കേണ്ട ആവശ്യമുള്ള ഒരു പോലീസുകാരനും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല കൈക്കൂലി ആയിട്ടല്ല, പെറ്റ് പിടിക്കേണ്ടത് ഒരു എണ്ണം ഉണ്ട്, അങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് മാസാവസാനം ധാരണയുണ്ട് ആളുകൾ. അല്ല, അത് ഒരു സമയം വരെ കറക്റ്റ് ആണെന്ന് വെച്ചാൽ ഓരോ SIക്കും സുമോട്ടോ കേസുകൾ എന്ന് പറയുന്നത് എന്നത് പെറ്റി ഫൈനിലോട്ട് പോകുന്ന കേസുകളാണ്. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയ ഒരാൾ അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഉണ്ടാക്കി, അപ്പോൾ അത്തരം കേസുകൾ ഒരു 4-5 എന്തായാലും ഒരു സ്റ്റേഷനിൽ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പോലീസിൻ്റെ പണി നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം ഈ ചെക്കിംഗ് ഒക്കെ നമ്മൾ വഴി നിൽക്കുമ്പോൾ പോലീസിൻ്റെ പ്രസൻസ് ആണ്. നിങ്ങൾ അങ്ങനെ കൂടെ ചിന്തിക്കുക. ഈ മോശം പ്രവൃത്തികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ പോലീസിൻ്റെ പ്രസൻസ് ഒരു വലിയ മാറ്ററാണല്ലോ, അവരെ അത്ര സ്ഥലങ്ങളിൽ നിന്ന് മാറാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ആ ചെക്കിംഗ് ഒരു പ്രസൻസിൻ്റെ ഭാഗമാവാം, എല്ലാം ആവാം. ഈ പോലീസ് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ പോലീസ് ജോലിക്ക് കയറുന്നത്? അങ്ങനെ ഗുണങ്ങളായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നു? എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഇത്രയും ഭീകരമായ ട്രെയിനിങ് ഉണ്ടെന്നൊക്കെ. ഞാൻ ഭയങ്കര പോലീസുകാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോഴാണ് 210 വർക്കിംഗ് ഡേ എന്ന് പറയും, മിനിമം ഒരു 9 മാസം. ഈ സമയങ്ങളിൽ നമ്മൾ വെളിയിൽ ആരെയും കാണുന്നില്ല. രാവിലെ 5 മണിക്ക് എണീക്കുന്നു. ഞാൻ ജീവിതത്തിൽ എൻ്റെ തുണിയലക്കാത്ത ആളായിരുന്നു. തുണിയലക്കാൻ തുടങ്ങി, പാത്രം കഴുകാൻ തുടങ്ങി, ഗ്രൗണ്ടിൽ പോവുക, പരേഡ്, എക്സർസൈസ്. ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പോലീസിലൊരു ശിക്ഷ ഒരാൾക്കല്ല, എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ്. അത് ആര് തെറ്റ് കാണിച്ചാലും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 6 മാസം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ച്, ഞാൻ അതിന് മുമ്പ് മെഡിക്കൽ റപ്പായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളം കിട്ടിപ്പോയ ആളായിരുന്നു. അപ്പം സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പോകുന്നതാണ്, സേഫ്റ്റി എന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ എനിക്ക് വർക്കാവുന്നൊരു സ്ഥലമല്ലായിരുന്നു പോലീസ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഈ സ്പേസ് എനിക്ക് പറ്റുന്നില്ല, ഇത് ഞാനും ഇതും ഭയങ്കര ദൂരെയാണ്, ഒരിക്കലും എനിക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല, എനിക്ക് ഇതിനോട് നീതി പുലർത്താൻ പറ്റില്ല, അങ്ങനെ തോന്നിയൊരു ഒരു സ്പെസിഫിക് ദിവസമോ അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഇവൻസോ ഉണ്ടോ? ചെയിനുമില്ല. ആദ്യ സമയങ്ങളിലൊക്കെ രസമായിരുന്നു ക്യാമ്പിലെ ജീവിതങ്ങൾ. നമുക്ക് ഉത്തരവാദിത്വം, വീട്ടിൽ പോകാനൊന്നും പറ്റില്ല, പക്ഷേ നമുക്ക് എന്താ പറയുക, നമ്മളൊരു നാട്ടിൻപുറത്തിരിക്കുന്ന കണക്കാണ്. പല സ്വഭാവമുള്ള 100 പേരോളം നമ്മുടെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് ക്യാമ്പിൻ്റെ അകത്ത്. എന്താ ക്യാമ്പിനകത്ത് സന്തോഷം? ക്യാമ്പിൻ്റെ സന്തോഷം നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ, വൈകിട്ടാകുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയുണ്ട്, അല്ലെങ്കിൽ ക്യാരംസ്, ചെസ്സ്, ഞാൻ പറഞ്ഞ പല രീതിയിലുണ്ട്. പല ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമാക്കാരനായെങ്കിൽ ക്യാമ്പിലെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം ക്യാമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ബാച്ചിലെ നിതീഷ് സാറുമായിട്ട് പരിചയപ്പെടുന്നത്. നിതീഷ് എലവേട പുഞ്ചറ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ഒരാൾ, പിന്നെ എൻ്റെ സീനിയറായിട്ടുള്ള മാരാ ഷായ് സാറ്. അപ്പോൾ ഞങ്ങളുടെ സിനിമ കാണാൻ പോക്കുണ്ടായിരുന്നു. അന്ന് പത്തനംതിട്ട മണിയാർ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പത്തനംതിട്ട വരെ പോകുമായിരുന്നു. പിന്നെ സിനിമാ സംസാരം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. അത് ഞങ്ങൾ എയർ ക്യാമ്പിൽ വന്നപ്പോൾ തുടർന്നു. അതിൻ്റെ ഭാഗമായാണ് ഞാനും ഒക്കെ സിനിമയിൽ വന്നു എന്ന് പറയാവുന്നത്. ആദ്യമായിട്ട് ഇത്തരം കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ്. എൻ്റെ കഥകളല്ല, നമ്മളുടെ ഒരു എക്സർസൈസ് ആയിരുന്നു. ഇങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ടത് ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായേനെ, ചിലപ്പോൾ ആ സിനിമ പരാജയപ്പെട്ട് ഇന്ന കാര്യങ്ങളുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പയ്യെ സിനിമയിലോട്ട് വന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഒരു കാലം എനിക്ക് ഭയങ്കര രസമായിരുന്നു, ഇവരൊക്കെ ഉള്ളതുകൊണ്ടും ക്യാമ്പിൽ നിന്ന്. ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഒട്ടും പറ്റാത്തൊരു സ്ഥലമാണെന്ന് മനസ്സിലായി. കാരണം ഈ പറയുന്നതാണ് ഡ്യൂട്ടി ടൈം 1, 2 നമ്മൾക്ക് നല്ല കാര്യമൊന്നും കാണുന്നില്ലല്ലോ ലൈഫിൽ. ഒരു പോലീസ് സ്റ്റേഷനിൽ തമാശയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, ചിരി ഉണ്ടാവുകയില്ല. നമുക്ക് ചിരി ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളൊരു ആക്ഷൻ ഹീറോ ബിജു എന്ന് തന്നെ പറയാം. അപ്പം അതിൻ്റെ അകത്ത് വെളിയിൽ നിന്ന് നോക്കുന്നവർക്കാണ് ചിരി. അതെ, അതിൻ്റെ അകത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇതെല്ലാം നെഗറ്റീവ് തന്നെയാണല്ലോ. കേൾക്കുന്നതും കാണുന്നതും എല്ലാം നെഗറ്റീവ് തന്നെയാണ്. ഡീൽ ചെയ്യേണ്ടി വരുന്നതും നെഗറ്റീവുകളോട്. അഞ്ചാതെ എന്ന് പറഞ്ഞിട്ട് മിഷ്കിൻ സാറിൻ്റെ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയകത്ത് കുറേ കാലത്തിന് ശേഷം നരയൻ പോലീസ് ഓഫീസറാണ്, വീട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ അവർ ഈ ചിക്കനും മീനും ഒക്കെ നിരത്തി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഉണ്ണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഉരുട്ടുമ്പോഴേക്കും കോൾ വരികയാണ്, ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് നടക്കുന്നു, നിങ്ങൾ ഇപ്പോൾ തന്നെ വരണമെന്നുണ്ട്. അപ്പോൾ ചോറ് അവിടെ ഇട്ടുമ്പോഴേക്കും അച്ഛൻ യൂണിഫോമായിട്ട് വരികയാണ്. അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ദിവസത്തിൽ നിന്ന് പെട്ടെന്ന് ജോലിക്ക് കയറി വേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു, അക്കാഡമി വെച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഒരു ഓണത്തിന് 3 ദിവസം ബ്രേക്ക് ചെയ്യാണ് ട്രെയിനിങ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഓണം കൂടുതൽ ഇതായിരിക്കാം. കറക്റ്റാണ്. ഓണത്തിന് എത്ര പേർക്ക് അവധി കൊടുക്കാൻ പറ്റും? പിന്നീട് അങ്ങോട്ട് നമുക്കൊന്നും അവധി കിട്ടാറില്ല ഓണത്തിനൊന്നും. അല്ലെ ഒരു നല്ല ദിവസങ്ങളിലും അവധി കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം പിന്നീട് നമ്മൾ പോലീസായി കഴിഞ്ഞാൽ പല നമ്മൾ റെസ്ട്രിക്റ്റഡ് ആകാൻ തുടങ്ങും. പണ്ട് ഒരു ഉത്സവപ്പറമ്പിലൊക്കെ പോയി ഗാനമേളയ്ക്കൊക്കെ തുള്ളിക്കൊണ്ട് നടന്ന എനിക്കൊക്കെ പോലീസായതിനു ശേഷം ആ സ്പേസിൽ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. കാരണം അവിടെ എന്ത് പ്രശ്നം നടന്നാലും നമ്മളതിൻ്റെ അകത്ത് പെട്ടുപോയാൽ നമ്മളാവും പ്രതി.
എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അപ്പം നമ്മൾ തന്നെ റെസ്റ്റ്, നമ്മുടെ എല്ലാ ഹാപ്പിനെസ്സിൽ നിന്ന് നമ്മൾ പോലീസിലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രീഡം ഇല്ല, അങ്ങനൊരു പ്രശ്നമുണ്ട് പോലീസിന്. ലോഹിത് ദാസിൻ്റെ റൈറ്റിംഗ് വലിയ ഇൻഫ്ലുവൻസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലോഹിത് ദാസിൻ്റെ റൈറ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വേദന തിന്നുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടല്ലോ, അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ ഈ സിനിമയിലൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ? ഞാൻ പറഞ്ഞല്ലോ, ലോഹിത് സാറ് ഹ്യൂമൻ ഇമോഷൻസ് വെച്ചിട്ടാണ് സിനിമ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ എല്ലാം അറിയാമല്ലോ. എല്ലാ മനുഷ്യരെ എടുത്താൽ ഇപ്പോൾ തനിയാവർത്തനം തൊട്ട് നമ്മളിങ്ങോട്ട് എടുത്താൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളിലും ഭയങ്കര കഥാപാത്രങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഞാനും അതിൻ്റെ ഒരു റെഫറൻസാണ്. കഥാപാത്രങ്ങൾ സ്ട്രോങ് ആവണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് എല്ലാ സിനിമയിലെയും കഥാപാത്രങ്ങൾക്കൊരു കാരണം ഉണ്ടാവണം, അവരുമായിട്ട് പ്രേക്ഷകർക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റണം, എന്നാലേ ആ സിനിമ കഥ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും. വേദനകൾ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഈ അരയന്നങ്ങളുടെ വീട്ടിലൊക്കെ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്കൊക്കെ എത്തിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കുറ്റങ്ങൾ ഒരാളിലേക്ക് അയാൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് അങ്ങനത്തെ കഥാപാത്രങ്ങളായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം. ഇപ്പോൾ ദശരഥത്തിലൊക്കെ ആ സിറ്റുവേഷൻ കൊണ്ട് അദ്ദേഹത്തിന് പല നഷ്ടങ്ങളുണ്ടാവണം, എല്ലാത്തിനും കേപ്പബിളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഏതാ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണമായിരുന്നു? എനിക്ക് പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പം അരയന്നങ്ങളുടെ വീടോ ഒരു ഫാമിലി അങ്ങനത്തെ പുറം ഡ്രാമകളുണ്ട്. എനിക്കിപ്പോൾ തനിയാവർത്തനം, ആ കഥാപാത്രം ഇഷ്ടമാണ്. സദയം, അങ്ങനെയുള്ള കുറേ കൂടെ സൈക്കോളജിക്കൽ കഥാപാത്രങ്ങളുണ്ടല്ലോ, സൈക്കിക്കലി വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് പുള്ളിയുടെ കൂടുതൽ ഇഷ്ടം. മറ്റ് എക്സ്റ്റേണൽ പ്രശ്നങ്ങളെക്കാളും ഉള്ള പ്രശ്നങ്ങളും, എക്സ്റ്റേണൽ ഇല്ലാതെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കുറേ കൂടെ കോർ ഉള്ളിലുള്ള പ്രശ്നങ്ങളുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ഇഷ്ടം. ഇപ്പോൾ സദയം കാണുന്ന സമയത്ത് നമുക്ക് ലാലേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടറിന് നല്ലൊരു അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ക്രൈമേ നടക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സദയം കണ്ട് അവസാനിപ്പിക്കുമ്പോൾ. ഷാഹി കബീർ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു നല്ലത് സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെ വിചാരിക്കത്തറില്ല. ഞാൻ ആ കഥാപാത്രത്തെ കാണുമെന്നുള്ളേ ഉള്ളല്ലോ, അത് അതിനപ്പുറം അയാൾ ആ ചിന്തയിലൊന്നും ഞാൻ പറ്റില്ല. ഞാനത് കണ്ടു എൻജോയ് ചെയ്ത് കിട്ടും, ഫീല് കിട്ടുന്നു. നമുക്കിപ്പം തിരുത്തലല്ലല്ലോ നമ്മുടെ പണി. അപ്പം ആ കഥാപാത്രം അങ്ങനെയാണ്. നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ മതി എങ്ങനെയാണ് ഓരോ മനുഷ്യൻ മാറുന്നതെന്ന്. എല്ലാവരും പറയാറുണ്ട്, രണ്ട് പൊളിറ്റിക്സിലാണല്ലോ, മനുഷ്യൻ നന്നായ സമൂഹം നന്നാവും എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റാണ്, സമൂഹം നന്നായാലേ മനുഷ്യൻ നന്നാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് രണ്ട് പൊളിറ്റിക്സാണ്. അപ്പം സമൂഹം നന്നാത്തോടത്തോളം കാലം മോശം മനുഷ്യരുണ്ടായിക്കൊണ്ടിരിക്കും. ഈ മോശം മനുഷ്യരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കുന്ന എഴുത്ത് ഈ MT സാറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. മോശം മനുഷ്യരെന്ന് പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യമാണ്. മോശം എന്ന് പറയുമ്പോഴും എഴുത്തിലെപ്പോഴും സമൂഹം അല്ലെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചൊരു മനുഷ്യനായിട്ടാണ് വരുന്നത്. അതിനെയാണല്ലോ, അതൊരു മോശമെന്നല്ല പറയുന്നത്, പക്ഷേ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതാണ് ആക്ച്വലി ഇത്. കാരണം അയാൾ ഇങ്ങനെ ആയത് ഇന്ന കാരണം കൊണ്ടാണ്, ചുറ്റുമുള്ള സൊസൈറ്റി മനുഷ്യരുമാണ് അയാളെ അങ്ങനെ ഡീൽ ചെയ്യുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കുറച്ചുകൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട്, അതായത് ഒരു ഇൻട്രോ, പിന്നെ ഒരു ക്ലൈമാക്സ്, ഏറ്റവും അവസാനം പ്രതികാരം ചെയ്തിട്ട് ഇങ്ങനെ ലോങ് ഷോട്ടിൽ നെഞ്ഞു മിരിച്ച് നിൽക്കുന്ന നായകൻ, അങ്ങനത്തെ ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് തിയേറ്ററിന് വേണ്ടി എഴുതുമ്പോൾ അങ്ങനത്തെ ചില എലമെൻറ്റുകൾ വേണം, അത് വരുന്നതാണോ അതോ ബോധപൂർവ്വം അങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കുന്നതാണോ? തിയേറ്റർ എന്നുള്ള ചിന്തയായിരുന്നു. ഞാൻ ഭയങ്കര പേസുള്ള പടമായിരിക്കണം. ഇപ്പോൾ എൻ്റെ ബാക്കി പടങ്ങൾക്ക് അറിയാമല്ലോ, പേസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സിനിമ ശരിക്കും ഇത്രയേ ഉള്ളൂ, കൊമേഴ്ഷ്യൽ സക്സസ് ആണ്, അതിനപ്പുറം അതിന് ലൈഫില്ല. ഒരു കൊമേഴ്ഷ്യൽ സക്സസിൻ്റെ ഫോർമുലകളുണ്ടല്ലോ. പലപ്പോഴും നമ്മളെപ്പോഴും വിജയിക്കുന്ന സിനിമ നോക്കിയാൽ അത്യാവശ്യം ക്രിഞ്ചും ക്ലീഷകളെല്ലാം ഉള്ള സിനിമകളാണ് ഇവിടെ കൊമേഴ്ഷ്യലി സക്സസ് ആവുന്നത്. കുറച്ച് മാറ്റവും കുറച്ച് അതും ഇല്ലാതെ അത്തരം സിനിമകൾ വർക്കാവില്ല. നമ്മളെല്ലാം പുതിയതായിട്ട് പറഞ്ഞ ആൾക്കാർ എന്നൊരു തോന്നലുണ്ടാവും. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് അറിയാം, ഇയാൾ നേരിടും, ഇയാൾ പോകും, ഇയാൾ പിടിക്കും, ഇയാൾ വിജയിക്കും എന്നൊക്കെ അറിയാവുന്നതാണ്. ഇനി ഞാൻ എഴുതിയ പടമായതുകൊണ്ട് മാത്രം ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടല്ലോ അവസാനം ചാക്കോച്ചൻ എന്തെങ്കിലും പറ്റുമെന്ന്. നായാട്ടിൽ അവർ ഒന്ന് നുണ പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നിന്നിരുന്നെങ്കിൽ, എല്ലാ കുറ്റവും ജോജിൻ്റെ അടുത്തിട്ടിട്ട് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കണ്ണാടി നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടിനപ്പുറത്തേക്ക് ഈ പ്രശ്നം നേരിടുന്നില്ലാത്ത രീതിയിൽ ഒരു കൈൻഡ് ഓഫ് ഹാപ്പി എൻഡിങ് അവിടെ പോസിബിൾ ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്തിനെപ്പോൾ അവരതങ്ങനെ ചെയ്തതെന്ന്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു പുഷ് എടുക്കണമല്ലോ. ഇത് കൺവെൻഷൻ അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തിയേറ്റർ സാധ്യത, അതിൻ്റെ വർക്കാവോ, ഇത് വിജയിക്കുമോ, ആളുകൾ ഇത് ഉൾക്കൊള്ളുമോ, ആ ചിന്തകളിലൂടെയൊക്കെ ആ ബസ്സിനകത്ത് രണ്ടുപേരെ ഇരുത്തുന്ന സമയത്ത് ആ സീൻ എഴുതുമ്പോൾ ഷാഹി കബീർ കടന്നു വരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ്. ജോജിൻ്റെ മരണത്തിന് ശേഷം ഒരു 10 മിനിറ്റ് എക്സ്റ്റെൻഡഡ് ത്രിൽ, കൊമേഴ്ഷ്യൽ ത്രിൽ, ടേൺസും ട്വിസ്റ്റും ആക്ഷനും ഒക്കെ വെച്ചിട്ട് പോകാവുന്നൊരു കഥയായിരുന്നു. പക്ഷേ ആ സിനിമ അങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് ഡയറക്ടർ കോളൂടാണ്. നമുക്കിങ്ങനെ തീർത്താൽ മതി, നമുക്കിങ്ങനെ തീർക്കാം എന്ന് പറയാനുണ്ട്. കാരണം ഞാൻ ഈ സിനിമയിൽ എഴുതിയെങ്കിൽ, ഞാനാണ് ഡയറക്റ്റ് ചെയ്തതെങ്കിൽ എന്താണോ ചെയ്യുമെന്നൊരു ചോദ്യം വന്നു. ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും ഇതൊരു വിജയമൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും സ്റ്റേറ്റിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല പോലീസുകാരന്. സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ആക്കാം. മാനേജർമാർ വേണ്ട
ആ റിയൽ പരിപാടി പിടിച്ചാൽ മതി, എന്തായാലും നമ്മൾ ഇത്രയും ഇങ്ങനെയാണ് വന്നതിന് അതിനുവേണ്ടി ഒരു മാറ്റം വേണ്ട എന്ന് മാട്ടിച്ചേട്ടനും പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവർ രണ്ടുപേരെ ഇരുത്തിയത്. ഇപ്പോൾ അവർ സമ്മതിച്ചോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, അവർ പറയുമോ ഇല്ലയോ. കാരണം ഓരോ മനുഷ്യരാണ്. നിങ്ങൾ ചാക്കോച്ചൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ നിങ്ങൾ എന്തെടുക്കുമോ അത് നിങ്ങളുടെ സ്വഭാവമാണ്. ഓരോരുത്തർക്കും അങ്ങനെ ചിന്തിക്കാമല്ലോ. നിങ്ങളാളെ എന്തെടുക്കും എന്നുള്ള ചിന്തകളാണ്, അതൊരു ശരി തെറ്റുകളുടെ ചോദ്യമാണത്. നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അവരത് ചെയ്യും, ചെയ്തിട്ട് രക്ഷപ്പെട്ടേനെ. ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എഴുതിയിട്ടുള്ള 4 സിനിമകളുണ്ടല്ലോ, അതിനൊരു തുടർച്ച എന്നുള്ള രീതിയിൽ ഏതെങ്കിലും സിനിമയ്ക്ക് ഒരു സാധ്യതയുണ്ടോ? ആക്ച്വലി നായകന് ആഗ്രഹമുണ്ട് ആ ക്യാരക്ടേഴ്സ് ഇനിയും വേറൊരു വേൾഡിൽ ട്രാവൽ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആഫ്റ്റർ മാത്ത് എന്തായിരിക്കും ഈ ദുരന്തങ്ങളോട് അങ്ങനെ. സർ കിരീടമുണ്ട്, ചെങ്കോലുണ്ട്, അങ്ങനത്തെ അല്ല. ഞാൻ അത് നായായിട്ടൊരു പൊളിറ്റിക്കൽ പടം തന്നെയാണല്ലോ, അതെ അതെ അതെ, എഗൈൻസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. സോ ഇനി അവർ ട്രയലിന് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തകളുണ്ട്. ഒരു കോടതിയിൽ ചെന്നാൽ അവരെങ്ങനെ എന്താവും, കോടതിയിൽ ട്രയലുകൾ എങ്ങനെ ആയിരിക്കും എന്നൊരു കൗതുകമുണ്ട്. ഒരു കോർട്ട് ഡ്രാമയായിട്ട് വേണേൽ നായകനെ കാണാൻ അടുത്ത അങ്ങനെ ഒരു ചിന്തയുണ്ട്. നൈസ് നൈസ്, അത് നല്ലൊരു സാധ്യതയാണ്. ആളുകളുടെ അടുത്തൊരു കഥ പിച്ച് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ പല ആളുകൾക്ക് പല രീതികളുണ്ടല്ലോ. ഇപ്പം നഹാസ് ഹിദായത് അദ്ദേഹം ഒരു സിനിമയ്ക്ക് മൊത്തം സ്ക്രിപ്റ്റ് ഒരു 6 വെച്ച് ഒരു സ്പീക്കർ വെച്ചിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ തരുൺമൂർത്തി ഒരാളുടെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലോഹിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ 1 ലൈനിൽ കഥ പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മൃഗയൊക്കെ ഒരു നാട്ടിൽ ഒരാൾ പുലിയെ പിടിക്കാൻ വരുന്നു, അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു ആ നാട്ടുകാർക്ക്, അങ്ങനെ ഒരു 1 ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ അടുത്തോ ഒരു ഡയറക്ടറുടെ അടുത്തോ ഇപ്പോൾ ഷാഹി കബീർ എങ്ങനെയാണ് ഒരു കഥ പോയി പറയുക? ഒരു 1 ലൈൻ ഉണ്ടായിരിക്കുമോ അതോ ഒരു ക്യാരക്ടറാണോ ഉണ്ടാവുക? 1 ലൈനുകളിലാണ്. 1 ലൈൻ തന്നെയാണ് നമുക്കുണ്ടായിരുന്നത്. കാരണം ഇപ്പം 3 പോലീസുകാർ വേട്ടയാടപ്പെടുന്നു, നായട്ടതാണല്ലോ. ഓക്കെ, വേട്ടക്കാർ ഇരകളാവുന്നു എന്ന് പറയുന്ന ഒരു രീതിയിൽ അതിൻ്റെ മിനിമലേ ഉള്ളൂ. ഇന്ന കണക്ക് ഒരു 3 പോലീസുകാർ പ്രശ്നത്തിൽപ്പെടുന്നു. ഇപ്പോൾ ജോസഫിലാണെങ്കിൽ റിട്ടയർഡായ പോലീസുകാരൻ കുറ്റാന്വേഷകരായിരുന്നു, ഭാര്യയുടെ മരണം അന്വേഷിക്കാൻ ഇറങ്ങുന്നു ആക്സിഡൻറ്റിൻ്റെ അടുത്ത്, എന്ന് വെച്ചാൽ എക്സ് വൈഫിൻ്റെ. അങ്ങനെ 1-2 1 ലൈനിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ 1 ലൈൻ കേട്ടിട്ട് ആളുകൾ ഇമ്പ്രസ്ഡ് ആവുമോ അതോ 1 ലൈനിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സാധ്യതകൾ പറയുമോ? അങ്ങനെയാണോ ചെയ്യാൻ? ഇല്ല, അതൊരു വിശ്വാസമുണ്ട്. ഇപ്പം ജോജുനൻ്റെ അന്ന് ജോസഫ് പറയുമ്പോൾ വിശ്വാസമുണ്ട്, അല്ല നായാട്ട് പറയുമ്പോൾ മാർട്ടിൻ്റെ വിശ്വാസമുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിൽ ജസ്റ്റ് ഇനിഷ്യൽ ഒരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു, ഇതിൻ്റെ തുടക്കം പറഞ്ഞപ്പം ഓക്കെ ആയിരുന്നു. അത് ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് പടം വിജയിക്കുന്നിടത്തോളം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടോ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഈ എഴുത്തിലൊക്കെ മോഡേണിസം പോസ്റ്റ് മോഡേണിസം അങ്ങനത്തെ 2 വേർതിരിവുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ മുകുന്ദൻ്റെ കഥകളിലെ ക്യാരക്ടേഴ്സ് നായകന്മാർ ചവക്ക് വലിച്ചു നടക്കുന്ന നായകന്മാരായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നീട് ഇതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാണോ, അതായത് അമ്മയെ തള്ളാന്ന് വിളിക്കാൻ പറ്റുമോ, അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ കുറച്ചങ്ങോട്ട് മാറി എഴുത്തുകൾ മാറി സുഭാഷ് ചന്ദ്രൻ കാലഘട്ടത്തൊക്കെ. അപ്പം അതുപോലൊരു കൈൻഡ് ഓഫ് മാറ്റം ഇപ്പോൾ പണ്ട് പോലീസുകാരൻ ഒരിക്കലും ഒരു ഗർഭിണിയാണെന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വയറ്റത്തേക്ക് ചവിട്ടുന്നൊരു നായകനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് പോലീസ്. അങ്ങനെ ഒരു സീൻ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുമോ, ഇത് ശരിയാവുമോ എന്ന് വെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പിന്നെയാണല്ലോ മനസ്സിലാക്കുന്നത്, അവർ പറയുന്നത് ശരിയല്ല എന്ന്. അങ്ങനെ എഴുതുമ്പോൾ അത് ശരിയാവുമോ, ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുമോ, അങ്ങനത്തെ ചിന്തകളുണ്ടായിരുന്നു? അതോ അങ്ങനെ ഒരു ഷോക്ക് വാല്യൂ വേണം, അത് തന്നെയായിരുന്നു? ഒന്ന് അങ്ങനൊരു സീനിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചൻ ഭയങ്കര സോഫ്റ്റായ മനുഷ്യനാണ്, ചാക്കോച്ചൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചാക്കോച്ചൻ അങ്ങനൊരു ഓപ്പണിങ് ചാക്കോച്ചന് കൊടുത്തില്ല, എത്ര റഫായിട്ട് അത് പെട്ടെന്ന് ഇയാൾ ഇതാണ് ഞെട്ടിക്കുക. പിന്നെ നമുക്കത് കാരണങ്ങൾ പറയുമ്പോൾ സെറ്റാവും. അപ്പോൾ ചാക്കോച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ചാക്കോച്ചൻ ഇത്രയും റഫായിട്ട് അഭിനയിക്കുമായിരുന്നു ചിലപ്പോൾ ഞാൻ ആ സീൻ ഫസ്റ്റ് ഷോ അത് എഴുതില്ലായിരുന്നു. പുള്ളി എന്നിട്ട് പെർഫോം ചെയ്തപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു. മീൻസ് അല്ലെങ്കിൽ ഒരു ഞെട്ടീര് വേണം നമുക്ക്, റഫാക്കാൻ വേണ്ടിയുള്ളൊരു ഞെട്ടീരായിരുന്നു അത്. നമ്മളിപ്പോഴേ സിനിമകളിൽ എഴുതുന്ന നേരത്തെ സ്ത്രീകളെ ഇങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ വിളിക്കാൻ പാടില്ല, സ്ത്രീകളെ ഇങ്ങനെ കാണിക്കാൻ പാടില്ല, ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനാണ് ഒരു ഐറ്റം സോങ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരാറുണ്ട്. ഈ സ്ത്രീകളെ കഥാപാത്രങ്ങളാക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീകളെ സ്ക്രീനിൽ കാണിക്കുമ്പോഴോ ഒരു എഴുത്തുകാരെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രത്യേക മുന്നൊരുക്കങ്ങൾ വേണമെന്നൊക്കെ ഷാഹി വിചാരിക്കുന്നുണ്ടോ? എൻ്റെ സിനിമകളിൽ സ്ത്രീകൾ വളരെ കുറവാണ്. അതാ ഞാൻ അതുകൊണ്ടാണ് ഒഴിവാക്കിയെന്ന് വിചാരിച്ചത്. അല്ല, അത് കൊണ്ടല്ല, സ്ത്രീകൾ കുറവാണ്. 2, ഇതിപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്സ് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ കുറഞ്ഞു എന്നാണ് എനിക്ക് വളരെ കുറഞ്ഞു. കാരണം ഒരു സമയത്ത് ഇത് ഭീകരമായി എല്ലാവരും നല്ലവർ, എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഇപ്പം ചില തമാശകൾ അത് ഭയങ്കര ബോഡി ഷേമിങ്, എനിക്കറിയില്ല കേട്ടോ അതൊന്നും. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെയാണ്, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഓരോ സമയത്തും ഓരോ ഏജിലും ഓരോ രീതിയിലായിരിക്കും മനുഷ്യരാണ്, ഒരു സ്വാതന്ത്ര്യം അല്ലാതെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെ സിനിമ ചെയ്യും. സിനിമയ്ക്ക് എപ്പോഴും ഒരു ഷെയ്ഡുണ്ടല്ലോ, നല്ലതും ചീത്തതും ഷെയ്ഡുണ്ടല്ലോ.
ആ ഷെയ്ഡ് പറയാതെ നമുക്കെല്ലാം വൈറ്റ് വാഷ് ചെയ്തിട്ട് ഒരു സിനിമയൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഒരു സ്ത്രീ കഥാപാത്രം മോശമായിട്ട് എഴുതേണ്ടി വന്നാൽ മോശമായിട്ട് എഴുതേണ്ടി വരും, അവരുടെ ക്യാരക്ടറാണത്. അത് എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല പറഞ്ഞു വെക്കുന്നത്. ഇപ്പം നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ചാക്കോച്ചൻ ചെയ്ത ഹരിശങ്കർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പോയാലും അങ്ങനെ ഒരു പോലീസുകാരനെ കിട്ടില്ല. ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ വയറ്റത്ത് ചവിട്ടില്ല, കാരണം പണി പോകുന്ന പരിപാടിയാണത്. ഞാൻ പറഞ്ഞ അതുകൊണ്ട് ചാക്കോച്ചൻ്റെ ആ കേരള പോലീസ് മൊത്തം മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അത് അങ്ങനെ ചെയ്യില്ലത്. രഞ്ജേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്, ഇപ്പം പോലീസ് ഷിപ്പിൻ്റെ മേളിൽ കാലെടുത്ത് വെച്ചിട്ട് ഇരിക്കുന്ന ഒരു നായകൻ നാട്ടിൽ നടക്കില്ലെന്നറിയാം. അത്രയുള്ള സിനിമയാണ്, അതിനെ സിനിമയായിട്ട് കണ്ടാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പിന്നെ ഒരു സമയത്ത് ഈ പൊളിറ്റിക്കലായിട്ട് ഭയങ്കരമായിട്ട് കീറി മുറിച്ച് പണ്ട് എഴുതി ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ കഥ എഴുതുന്നതാണ്. അന്നത്തെ സക്സസ് ഫോർമുലകളും സിനിമകളും എല്ലാമാണ്. ഇത് മതേതരത്വം എഴുതി കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ട്. ഏത് സിനിമ എടുത്താലും മതേതര മൂല്യങ്ങളും എല്ലാ കഥാപാത്രങ്ങളും സ്നേഹതയിലും. ഇപ്പോൾ ഇരുന്ന് അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല. അന്നത്തെ കാലത്ത് വർക്കായതോ അന്നത്തെ കാലത്ത് ചിലപ്പോൾ സൊസൈറ്റി അങ്ങനത്തെ ഒരു സൊസൈറ്റി ആയിരുന്നിരിക്കാം. അപ്പോൾ സൊസൈറ്റി മാറുന്നതിനനുസരിച്ച് സിനിമ മാറും. അപ്പോൾ നമ്മൾ ഇന്നിരുന്നിട്ട് പഴയത് അത് റോങ് ആയിരുന്നു എന്ന് പറഞ്ഞ് അവരെ ജഡ്ജ് ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കത്ര വർക്കാവാത്തതാണ്. ഈ ആർട്ട് ഓഡിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല അങ്ങനെയാണോ വിചാരിക്കണേ? എന്തിനാണ് ഞാൻ പറയട്ടെ, ഇതൊരു സിനിമയാണ്, ഇത് കച്ചവടം കൂടാണ് ഇത്. അല്ലെങ്കിൽ എനിക്കൊരു ലേഖനം എഴുതിയാൽ പോരെ, പൊളിറ്റിക്കൽ ലേഖനം എഴുതിയാൽ പോരെ. ഇന്ന സ്റ്റേറ്റ് ഇങ്ങനെയാണ്, സ്റ്റേറ്റ് ഇങ്ങനെ ചിട്ടയിലാണ് വളർന്നത്, പോലീസുകാർക്ക് സ്വാതന്ത്ര്യമില്ല, പോലീസുകാർ ഇന്ന പ്രശ്നങ്ങളിൽ പെടുന്നു എന്ന് ഒക്കെ പറഞ്ഞാൽ ലേഖനം എഴുതിയാൽ പോരെ. എന്തിനാണ് ഒരു നായായിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? പ്യുവർ പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ ആ പണി ചെയ്താൽ മതി. അതെങ്കിലും എനിക്കൊരു കഥ എഴുതിയാൽ മതി. വായിക്കുന്നവർക്ക് വായിക്കാം, നിങ്ങളുടെ ഇഷ്ടം, എനിക്കെല്ലാം ഡീസൻ്റായിട്ട് ചെയ്യാം. സിനിമയല്ല, സിനിമയെ കുറേ ഹൈ ഇറക്കം കയറ്റം, നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യണം, ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കഥയാണെന്ന് ആൾക്കാർ തോന്നണം. അപ്പോൾ ഇത്രയും പ്രോബ്ലംസിൻ്റെ ഇടയിൽ കൂടെ കഥ പറയുമ്പോൾ ഈ സമൂഹം നമ്മൾ കാണുന്നതാണ്. നമ്മൾ പത്രത്തിൽ വായിക്കുമ്പം എത്രയോ ക്രിമിനൽ കാര്യങ്ങളിൽ സ്ത്രീകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ സ്ത്രീകളും എന്നല്ല, നമ്മുടെ സമൂഹത്തിലുണ്ട് കഥകൾ നമ്മൾ വായിക്കുന്നതാണ്. ഇപ്പോൾ ലഹരിയുടെ കാര്യം പറയുന്നത് നമ്മളെല്ലാം മൊബൈലിൽ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അത് വിറ്റഴി പെൺകുട്ടികളെ അർഷിത വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ മോശമാക്കാൻ അങ്ങനത്തെ പ്രവൃത്തി ചെയ്യിപ്പിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. നമ്മളതൊരു കഥയാണത്, അല്ലാതെ ആരെയും മോശമാക്കാൻ വേണ്ടിയൊന്നും അല്ലത്. ഷായി ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഈ വില്ലൻ ഗാങ്ങിനും പിന്നെ ഒരു ആരാധന ഉണ്ടാവുകയും അവർ ചെയ്യുന്ന ചില ഷോർട്സൊക്കെ നല്ല രസമായിട്ട് സ്റ്റൈലൈസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷോർട്സ് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കും ഒരു കൈൻഡ് ഓഫ് ഫാൻ ബേസ് ഉണ്ടാവാൻ തുടങ്ങി. അത് ആർട്ടിസ്റ്റ് വർക്കാവുന്നതാണ്, അല്ലാതെ അതുകൊണ്ട് ആ സിനിമയെ നമ്മൾ എവിടെയെങ്കിലും കാണിച്ചു അവരെല്ലാം ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് റോങ് ആയി ലൈഫിൽ പോയ മനുഷ്യർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊരു സിനിമ കണ്ടിട്ട് നമ്മൾ പറയുന്ന കഥയിൽ അവർ മോശമാണെന്ന് പറയുന്നതിനേക്കാൾ അവരുടെ ഭംഗി ആരെങ്കിലും പിന്തുടർന്നാൽ അത് അവരുടെ ബോധനിലവാരത്തിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. റോന്തിൽ കുറേ കൂടിയൊക്കെ ഹ്യൂമറും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നൊരിടത്ത് പറയുന്നത് കേട്ടു. അങ്ങനെ ഈ ഓഫീഷ്യൽ ഡ്യൂട്ടിയിൽ അങ്ങനെ തമാശകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റർ മൊമെൻറ്റ്സ് അത് പോലീസ് ജീവിതത്തിൽ സാധ്യമായിരുന്നോ? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ രസകരമായിട്ട് തോന്നും വഴിയിലിറങ്ങാൻ നേരമൊക്കെ. അത്രയും ചെറിയ 1-2-3 ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഒരു വലിയ ഹ്യൂമർ പടമൊന്നും അല്ല. പിന്നെ മറ്റു സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. റോന്തൊരു കുറ്റാന്വേഷണ സിനിമയല്ല, ത്രില്ലറല്ല, ഡ്രാമയാണ്. എന്നീന്നെല്ലാവരും പ്രതീക്ഷിക്കുന്ന ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല, ഇതൊരു ഡ്രാമയാണ്. ഷൈലിൽ ഈ ത്രില്ലറും ഡ്രാമയുടെ അപ്പുറത്തെ ആളുകൾ മരവിപ്പും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞൊരു ഷോക്ക് വാല്യൂ. ഇപ്പോൾ ജോസഫിൽ നായകനങ്ങ് മരിക്കുകയാണ് തലക്കടി കൊണ്ടിട്ട്, അത്രയും മൃഗീയമായിട്ട്. നായാട്ടിൽ അവരിഞ്ഞ് എന്താവുക എന്നുള്ള മരവിപ്പുണ്ട് നമുക്ക്. അല്ലെങ്കിൽ തൂങ്ങിയാടുന്ന ജോജുവിൻ്റെ കഥാപാത്രത്തെ കണ്ടിട്ട് നമുക്ക് മരവിപ്പുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ മകളാണ് മരിച്ചു പോയിട്ടുള്ളത്. അതിൽ നിന്ന് അവർ ഓവർകം ചെയ്യുമായിരിക്കും, എന്നാലും ആ മരണത്തിൻ്റെ മരവിപ്പ് നമുക്കുണ്ട്. ഇതിൽ റോന്തിലും പിന്നെ ഈ മരവിപ്പിന് സാധ്യതകളുണ്ടോ? മറ്റു പടങ്ങളിൽ അത്രയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഇലവിടപ്പുഞ്ചിനുള്ള ട്രോമയൊന്നും ആർക്കും ഞാൻ മറന്നു. അതിൻ്റെ അത്ര ട്രോമയൊന്നും ഉണ്ടാകത്തില്ല. അതെല്ലാവർക്കും കുറച്ച് അധികം ആൾക്കാർക്ക് ട്രോമയായിട്ട് പറഞ്ഞു. എനിക്കൊന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി സാറ്റിസ്ഫൈങ് ആണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി വ്യക്തിപരമായി അല്ല, സിനിമ വിജയിച്ചത് സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കൊമേഴ്ഷ്യൽ അറ്റംപ്റ്റ് ആയിരുന്നു നമുക്ക് ചില സമയത്ത് തോന്നി. ഇപ്പം ജോസഫിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മളെയും ഇത് ചില തരത്തിൽ ഭയങ്കര ഡാർക്കാണല്ലോ. എന്നോട് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞ് ഇനി മേലെ ഇത്തരം പടങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞു, ഇങ്ങനത്തെ പടങ്ങൾ. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒരു രസമുണ്ട്, ചാക്കോച്ചൻ്റെ ഭാര്യ ഉണ്ടല്ലോ പ്രിയ. അപ്പം പടം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞപ്പോൾ പറയാം, പ്രിയയുടെ ഒരു ഫാമിലി സുഹൃത്ത് പടം കാണുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ ഇൻ്റർവെൽ ആയപ്പം അവർ പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടി അറ്റാക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും, ഇനി എങ്ങനെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കല്ലറ കഥയുടെ സെക്കൻഡ് ഹാഫ് ഒന്ന് എഴുതി വെച്ചേക്കണേ പ്രിയ പറഞ്ഞു എഴുത്. പക്ഷെ അത് ഹാർഡായിരുന്നു, ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നി. ഇങ്ങനെ
ഭയങ്കര ശ്വാസം ബ്രീത്തൊക്കെ എടുക്കാൻ പറ്റാതാണ് പലരും കാണേണ്ടി വന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അത്ര ഹെവി ആയിരുന്നു ആൾക്കാർക്ക് കിട്ടിയെന്നൊരു തോന്നൽ. ഹാർഡ് ഹിറ്റിംഗ് ഫേസ് എപ്പോഴാണ് തുടങ്ങിയത്? ഇപ്പോൾ നമ്മൾ ഈ ഓൾഡ് ബോയ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ സാർ? എന്താ ഇപ്പോൾ അയാൾ നാക്കില്ലാതെ ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിനപ്പുറത്ത്? ഓൾഡ് ബോയ് കാണുമ്പോൾ ഭയങ്കര വേദനയാണ്. അങ്ങനെ വേദനിക്കപ്പെടാൻ വേണ്ടിയിട്ട് സിനിമ കണ്ടിരുന്നൊരു ഷാഹി ഉണ്ടോ? ഞാൻ വേറൊരു തരത്തിൽ ഇഷ്ടമുള്ള സിനിമകൾ, എനിക്ക് പൊളിറ്റിക്കൽ സിനിമകൾ ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ. പൊളിറ്റിക്കൽ സിനിമ എന്ന് പറഞ്ഞാൽ മറ്റേ രാഷ്ട്രീയം പറയാൻ വേണ്ടി രാഷ്ട്രീയം എടുക്കുന്നതല്ല. എനിക്ക് ആദ്യമായിട്ട് അല്ലേ ഇങ്ങനൊരു വേറൊരു തരം സിനിമകൾ, നമ്മൾ തിയേറ്ററിൽ കാണുന്ന സിനിമകളിൽ നിന്ന് മാറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ഈ സിനിമ ഉണ്ടല്ലേ എന്ന് വിചാരിക്കുന്നൊരു സിനിമയാണ് മക്മൽ ബഫിൻ്റെ കണ്ടഹാർ. എനിക്ക് കുറച്ച് ഇറാനിയൻ സിനിമകളുടെ അല്ലെ അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണ്. അത് അങ്ങനത്തെ പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഭയങ്കര രസമാണ്. അവർ കഥാപാത്രങ്ങളെ പറയുന്നുള്ളൂ, പക്ഷേ അതിൽ ആ സ്ഥലങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പറയുന്ന ഇപ്പം കാഫർനാം, എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ്. പിന്നെ ഞാൻ ഡാർക്ക് സിനിമകൾ കാണാറില്ല. എഴുത്തിലപ്പോൾ എങ്ങനെ ഡാർക്ക് വരുന്നത്? അപ്പോൾ എനിക്കറിയത്തില്ല, എനിക്കത് താങ്ങാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷയം എഴുതുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതങ്ങനെ ആവുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളൊക്കെ കാണുന്ന ഡാർക്ക് സിനിമകളുടെ സ്വഭാവമൊക്കെ അത് അതേപോലെയൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കാണാത്ത ആൾക്ക് ഇത് വരുന്നത് രസമായിട്ടുള്ള കാര്യമാണല്ലോ അത്. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഡാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഒരു കഥ നമ്മൾ ചെയ്യുന്നു, അത് അങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാകുന്നതല്ല ഇതൊന്നും. സിറ്റുവേഷൻസ് വെച്ച് നമ്മളങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നതേ അല്ലാതെ എന്നാ ഇതിരിക്കട്ടെ എന്നുള്ള. പിന്നെ ഒരു കാര്യമുണ്ട്, കാണിച്ചാണ് എൻ്റെ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പം മിനിമം ഒരു 10 മിനിറ്റെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം ഇതിലെ കഥാപാത്രങ്ങളെയോ കഥയോ കുറിച്ചൊന്ന് ആൾക്കാർ തലയ്ക്കകത്ത് വേണമെന്നൊരാഗ്രഹമുണ്ട്. സോ ആ ആഗ്രഹം കാരണമാവാം മേ ബി ഡാർക്കായി പടങ്ങൾ എൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കര ചിരിച്ചിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ചിരി അങ്ങ് പോകും. പക്ഷെ കുറേ കൂടെ ഹോൾഡ് ചെയ്യുന്നതാവുന്നത് എപ്പോഴും വിഷമമുള്ള പടങ്ങൾ. ഷാഹി ആക്ച്വലി റിയൽ ലൈഫിൽ ഭയങ്കര ഹാപ്പി പേഴ്സൺ ആണോ? അല്ല, അത് ഞാൻ പണ്ടാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹാപ്പി അല്ലല്ലേ എനിക്കൊരു പ്രേമോടോ ഇല്ല ഹാപ്പിനെസ് പടം എഴുതാൻ പറ്റും. അതെന്താണെന്നറിയില്ല, ഞാൻ വായിച്ച കാലങ്ങളുടെ പ്രശ്നമായിരിക്കാം. ഈ പറയുന്ന ഒരു 13-14 വയസ്സിലൊക്കെ അത്യാവശ്യം പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. എനിക്കൊന്ന് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമൊക്കെ ആയപ്പോൾ തന്നെ 9-10 ആയപ്പോൾ തന്നെ ഈ പറയുന്ന കണക്ക് നേരത്തെ പറയുന്ന മെച്ചുവേർഡ് അല്ലാത്ത ഞാൻ നിങ്ങളീ പറഞ്ഞ ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. എല്ലാം നിരാശകളാണ്. വ്യക്തിബന്ധങ്ങൾ, ഫാമിലി, സമൂഹം, അസ്തിത്വവാദത്തിൻ്റെ സമയം. അത് മൂന്തൻ സാറുണ്ട്, ഒ വിജയൻ സാറുണ്ട്, ആനന്ദ്. എനിക്ക് കുറേ കൂടെ ഫേവറേറ്റ് ആനന്ദ് എന്ന് പറയാൻ അത് പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയതാവാം. എന്ന് വെച്ചാൽ ഇത് കഥയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇന്നായിട്ടുണ്ടായിരിക്കാം ചിലപ്പം. അതായിരിക്കും ഞാനുണ്ടാക്കുന്ന സിനിമകൾക്ക് ആ ക്ലാസ് ഉണ്ടെന്നല്ല പറഞ്ഞ ഒരു വേദനയുടെ എലമെൻറ്റ് ഡീൽ ചെയ്യുന്നത്. ഒ വിജയൻ്റെ തന്നെ സെക്കൻഡ് ഇതിഹാസം വായിച്ചിട്ട് അയാൾക്ക് അങ്ങനെ ഒരു ട്രോമാറ്റിക് പാസ്റ്റ് ഉണ്ടായിപ്പോയല്ലോ, അല്ലെങ്കിൽ അയാളെ എന്തിനായിരിക്കും ആ കുട്ടിയെ വരെ ആ കണ്ണിൽ നോക്കിയേ, പക്ഷെ അയാൾ ഭയങ്കര തെറ്റായി ചെയ്തല്ലോ, ആ വേദനയാണെന്ന് ഉണ്ടായിരുന്നത്. ഇയാൾക്ക് കുറച്ചുകൂടി നല്ല ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാണോ? എന്താ ചൈൽഡ്ഹുഡ് അല്ല, നമുക്ക് ഈ പറയുന്ന ഒരു എക്സാക്റ്റ് ഒരു കഥ വായിച്ചിട്ട് അതിൻ്റെ ഒന്നല്ല, നമുക്കൊരു നിരന്തരം നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു ഫീലുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം പരാജിതരാണ് പലപ്പോഴും അവരുടെ പ്രണയങ്ങളോ റിലേഷൻഷിപ്പോ എല്ലാം ഫെയിൽ ആവാറാണ്. അപ്പം അത് നമ്മൾ ഉണ്ടാക്കുന്ന ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ട് നമ്മൾ നിരന്തരം വായിച്ചു കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ നമുക്ക് മനുഷ്യരെല്ലാം ആ ഒരു വിശ്വാസത്തിനൊക്കെ വെളിയിൽ നമ്മൾ എന്തൊക്കെയോ ആയി മാറും. അങ്ങനെ ഉണ്ടാവുന്നതാവാം. ജോസഫിലൊരു നല്ല പ്രണയ നായകനുണ്ടല്ലോ, അയാൾ പ്രണയം ഭയങ്കര ആസ്വദിച്ച് ആഘോഷിച്ചിട്ടാണ് അയാൾ പ്രണയിക്കുന്ന സമയത്ത് പ്രണയം അനുഭവിക്കുന്നത്. അത് അപ്പോൾ ഫാന്റസീസ് ആയിരുന്നു അതൊക്കെ? കഥാപാത്രങ്ങളാണല്ലോ അത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ റോന്ത് മാത്രം വേണേ പറയാം. ഞാനിപ്പോൾ റോഷൻ്റെ കാര്യം പറഞ്ഞു, ചിലപ്പം ഞാനാണെന്നല്ല പറയുന്നത്. ഓട്ടോബയോഗ്രഫി എലമെന്റ്സ് ഉണ്ടാവാം. കുറച്ച് എൻ്റെ അനുഭവങ്ങളും എൻ്റെ ചില സ്വഭാവങ്ങളും കാഴ്ചകളും ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അല്ലാതെ ബാക്കി ഒരു സിനിമയും ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഒരു കഥാപാത്രവും ഞാൻ കണ്ടിട്ടുമില്ല, ഒരാളും ഇല്ല. അതൊന്നും എൻ്റെ ലൈഫൊന്നും അല്ല. അതൊന്നും ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കുറച്ചുകൂടി ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഷാഹി കടന്നുപോയ ജീവിതമാണ്, ഷാഹി അനുഭവിച്ചതാണ്. അപ്പോൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല ചുറ്റിയെടുത്ത് ഒരാളെ തലക്കടിച്ചിട്ട് കൊണ്ടുപോയി ബ്രെയിൻ ഡെഡ് ആക്കി. സിനിമാറ്റിക് ലിബർട്ടിയാണത്. പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതായി. കാരണം ഇതാരെങ്കിലും നടക്കില്ല എന്ന് പറഞ്ഞാൽ പറയും പിന്നെ അയാൾ പോലീസ്, അയാളുടെ എക്സ്പീരിയൻസ് എവിടെ ഉണ്ടായ റിയൽ സംഭവം എഴുതിയെന്നാണ് പറയുന്നത്. ഞാനൊരു 100 സ്ഥലത്ത് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുന്നില്ല. അതിനേക്കാളും സിനിമ വർക്കായിപ്പോയി. സിനിമയിലെ ലോജിക്കാണ് ആൾക്കാർക്ക് ശരിയെന്ന് തോന്നുന്നത്. ഈ നടന് വേണ്ടിയിട്ടാണ് എഴുതുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു നടൻ ലോക്കായാൽ അയാൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നത് എളുപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട്.
അപ്പം ശരിക്കും അയാളിൽ എന്താ ഇഷ്ടപ്പെടുത്തുക? ചിലപ്പോൾ അയാളുടെ താരമൂല്യമാണോ, അല്ലെങ്കിൽ അയാൾ കഥാപാത്രത്തെ അയാൾ ഉൾക്കൊള്ളുന്ന വിധമാണോ, അയാൾ ഇങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞ തെറ്റാണ്. ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ ഇപ്പം ജോജു ജോസഫ് ചെയ്യുമ്പോൾ ജോജുവായിട്ട് ഈ കഥ സംസാരിച്ച് ഏകദേശം ഒരു 2 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ സിനിമയാണ്. അതുവരെ ജോജുവിൻ്റെ കൂടെ ഉണ്ട്, ജോജുവിൻ്റെ സുഹൃത്തായിട്ട് നടന്നിട്ടുണ്ട്, ജോജുവിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ജോജു എന്ന് പറയുന്ന റിയൽ വ്യക്തിയെ നമുക്ക് കുറേ കണക്റ്റ് ആവും. അയാളുടെ ഹൈസ് ലോസ് അങ്ങനെ കുറേ. പിന്നീട് ചാക്കോച്ചനായിട്ട് പടം ചെയ്യുമ്പോഴും ചാക്കോച്ചന് നമുക്ക് കുറേ അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട്, ചാക്കോച്ചനുമായിട്ട് ഇരിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞ അങ്ങനെ എന്നോട് അടുത്ത് ബന്ധമുള്ള ആൾക്കാർ ഇപ്പം അതിൽ ഇച്ചിരി ബന്ധമില്ലാതെ എൻ്റെ സിനിമയെ ഡയറക്റ്റ് വന്നിരിക്കുന്ന ഒരാൾ സൗബിൻ മാത്രമാണ്. ഞാനുമായിട്ട് സൗബിൻ. പക്ഷേ സൗബിൻ സെറ്റ് വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഓക്കെയാണ്. പിന്നെ സൗബിൻ ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ട് ആ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. നമുക്ക് സൗബിൻ ചെയ്യുമെന്ന് നമ്മുടെ വിശ്വാസമുള്ളൂ. കാരണം അത് അങ്ങനെ എടുത്തിരിക്കുന്ന അല്ലേ, സിനിമ വന്നതിന് ശേഷം ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് സൗബിനുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് വരെ സൗബിനും ഞാനുമായിട്ട് അങ്ങനെ പരിചയമില്ല. കഥ പറഞ്ഞു അഭിനയിക്കാന്ന് പറയുന്നത് അങ്ങനെ ഒരു ബന്ധമുള്ളത്. ഭാര്യയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒട്ടും ഭാര്യയോട് പ്രണയമില്ലാതെ ഭാര്യയുടെ ശരീരത്തിനോട് മാത്രം ഇഷ്ടമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അയാളോട് ഇയാൾക്ക് എങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യാമെന്ന് മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. മേ ബി ഇന്നത്തെ കാലത്ത് അറിയാം, ഇന്നത്തെ കാലത്ത് ഭാര്യയ്ക്കൊരു എക്സ്റ്റേണൽ അഫെയർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ബ്രേക്ക് ആവാം. ചില കുറച്ച് മെച്ചുറായിട്ട് ആൾക്കാർ എന്നാൽ നമുക്ക് ഡിവോഴ്സ് എന്ന് പറഞ്ഞു പോവാം. ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതുണ്ടാവും, കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ പോവാം. പക്ഷേ ഇതിൻ്റെയൊക്കെ റിവെഞ്ചസ് കുറവാണ് മറ്റേ ഓപ്പോസിറ്റ് ആളോട്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് ഏറ്റവും അടുത്തിരുന്നിട്ട് ഒരാളാണ് ഇടപെടുന്നതെങ്കിൽ ഏറ്റവും റിവെഞ്ച് ഉണ്ടാകുന്നത് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനൊരു കഥ അങ്ങനെ വെക്കേണ്ടി വന്നത്. കാരണം ഒരാൾ ഇത്രയും ബ്രൂട്ടലി ചെയ്യണമെങ്കിൽ അത്രയും ഹട്ട് ചെയ്യണം അയാളെ. എന്ന് വിശ്വസിച്ച് തൻ്റെ സുഹൃത്തായിട്ട് വീട്ടിൽ കയറ്റിക്കൊണ്ടിരുന്ന ആളാണല്ലോ. ആ ഒരു ലോജിക്കാണ് അവിടെ റൈറ്റേഴ്സ് പറഞ്ഞത്. ഈ ഡിപ്രഷൻ കഥാപാത്രങ്ങൾക്ക് വരുന്നത് ഷാഹിക്ക് പണ്ട് ഡിപ്രഷൻ ഉള്ളത് കൊണ്ടാണെന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. എനിക്ക് ക്ലിനിക്കലി ഡിപ്രഷൻ ഇതുവരെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സമയത്ത് ആങ്സൈറ്റികൾ ഉണ്ടാവാറുണ്ട്. അതൊരു പർട്ടിക്കുലർ, ഞാൻ മരുന്നെടുത്തിട്ടില്ല ആങ്സൈറ്റിക്ക്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ഭയങ്കര ആങ്സൈറ്റിയാണ്. ചില ആൾക്കാർ ചിലപ്പോൾ നമുക്ക് എന്തിനെ കുറിച്ചൊക്കെ ഭയം ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ആങ്സൈറ്റികളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാതെ ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച ആളോട്ട് ഞാൻ ഇങ്ങനെ തന്നെ പോകുന്ന ഒരാളാണ്. എനിക്ക് ഹാപ്പിനെസ് ഇല്ലെന്നല്ല, എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കളിക്കുക, ചിരിക്കുക, അങ്ങനെയുള്ള പ്രോസസ്സിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ലാതെ നോക്കുമ്പോൾ എവിടെ ഒരു ഡൾ പരിപാടിയുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ദുഃഖത്തിൻ്റെ ഒരു ഏരിയയിലേക്ക് പോയിട്ടേ പിന്നെ അതിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ ആയിരിക്കുമോ സംഭവിച്ചാൽ, ഞാൻ അന്ന് അത് ചെയ്യാത്തതുകൊണ്ടായിരിക്കുമോ, ഇന്ന് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടായിരിക്കുമോ, ആ ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ് ചെയ്തില്ലേ, അങ്ങനെ അത് ചിന്തിച്ച് ഈ സാച്ചുറേഷനിലെത്തിയിട്ട് ഇത് മറികടക്കാൻ പറ്റാതെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഷാഹിക്ക്? ഇല്ല, നമുക്ക് എന്ത് പെയിൻ ഉണ്ടായാലും നമ്മൾ കുറച്ചാളത് എന്തായാലും മനുഷ്യനാണല്ലോ. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വെളിയിലോട്ട് ചാടുക എന്ന് പറയുന്ന ഫസ്റ്റ് പരിപാടികളിലോട്ട് നമ്മൾ ചാടിക്കൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കൊരു ടോർച്ചർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് മെൻ്റലി ടോർച്ചർ ആവുന്ന സ്ഥലത്ത് നമ്മൾ മാറുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്പേസസിനകത്ത് ഈ ഡിപ്രഷനെയും ദുഃഖത്തിനെയും 2 രീതിയിലാണ് പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ആൾക്കൊരു പെയിൻ ഉണ്ടായി, ഒരു സാഡ്നെസ് ഉണ്ടായി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇത് ഡിപ്രഷനായിരിക്കും, അല്ലെങ്കിൽ ഇത് ഈ സിംറ്റംസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഈ എങ്ങനെ ഓവർകം ചെയ്യാന്നൊക്കെയുള്ള റെമഡികളൊക്കെ പറയുന്ന റീലുകളൊക്കെ ഉണ്ട്. ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യവും നിരാശ എന്ന് പറയുന്ന കാര്യവും 2 രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ എല്ലാ കാര്യവും ഡിപ്രഷനായിട്ട് കാണിക്കുന്നൊരു വിധം പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം വന്നതോടുകൂടിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ എന്താണ് എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഡിപ്രഷൻ, ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നതിന്റെ മീനിങ് വേറെയാണ്. ഇച്ചിരി ഡൗൺ ആണ്. അതും ഡിപ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര ക്ലിനിക്കലി പ്രൂവ് ചെയ്യേണ്ട ഒരു സാധനമാണ്, അല്ലെ ഒരു ഡോക്ടർ പറയേണ്ടതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ചുറ്റും പറയാം ഞാൻ ഡിപ്രഷനിലാണ്, ഇങ്ങനെ അതൊരു നോർമൽ ടോക്കായി മാറി. എനിക്കൊന്ന് മൊത്തം ആൾക്കാരുടെ ഞാൻ ഡൗൺ ആണ്, അല്ലെ ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ പറയുന്നത് ഇപ്പം എനിക്കൊന്ന് ഈ സൈക്കോളജി അല്ലെ അതൊരു വലിയ പ്രശ്നമല്ല എന്നും, പണ്ട് ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയുന്നൊരു കാലത്തുനിന്ന് ഇന്ന് എല്ലാവരും കൗൺസിലിങ്ങും പോകുന്നതുകൊണ്ട് അങ്ങനെ നോർമലൈസ് ചെയ്തു. അതുകൊണ്ടായിരിക്കാം നമുക്കിപ്പം വളരെ ഈസി ആയിട്ട് ഇവയൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. ഈ ദിലീഷ് പോത്തൻ ഈ ആക്ടേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും അവരുടെ റേഞ്ച് മനസ്സിലാക്കിയിട്ടൊക്കെ അവർ ഇടപെടുന്ന മേക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ട് കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ. അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ പ്രോസസ്സുകളിലൊക്കെ അവെയർ ആയതുകൊണ്ട് തന്നെ ദിലീഷ് പോത്തൻ ആസ് എൻ ആക്ടർ വളരെ സൗകര്യമുള്ള ഒരാളായിരുന്നു റോന്തിൽ. പോത്തൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തൻ്റെ ക്ലാരിറ്റി വേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ചോദിക്കും. ഓക്കെ, ആ ക്ലാരിറ്റി മതി. അല്ലാതെ
നമ്മൾ ഇങ്ങനെ പോത്തേണക്കണക്ക് ഒരാളെ ഒരിക്കലും പോയി പുറകെ നടന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയണ്ട, ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഐഡിയാസ് പറഞ്ഞ് പുള്ളിക്ക് കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം പുള്ളി അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. പിന്നെ ഈ പോലീസിങ്ങോ അതിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ എന്നാലും പോലീസിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ സംസാരിക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ സമയത്ത് ഈ ആക്ടേഴ്സിന് പറഞ്ഞ ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു ഭാഗം അവർക്ക് അങ്ങനെ ഫീഡ് ചെയ്യുക, അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിപ്പം ഇപ്പൊ റോഷനോട് ഞാൻ കഥ പറയുമ്പോൾ റോഷൻ എന്റെ കുറച്ച് പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും. കാരണം റോഷൻ എന്നെ കണക്ട് ചെയ്യട്ടെ എന്നുള്ള ചിന്തയുണ്ടാവും. അല്ലാതെ നമ്മൾ ആവശ്യങ്ങളൊക്കെയാണ്. ഇപ്പം ഒരു ചെറിയ ഒരു പരിപാടി ചിലർക്ക് നമ്മൾ കഥ പോലും പറയാറില്ല ചില സീൻസിലൊക്കെ അഭിനയിക്കാൻ വരുന്നത്. കാരണം അവര് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരതിനു വേണ്ടി പണിയെടുക്കും. ഇത് അറിയാതിരുന്നാലും അത് കിട്ടിക്കോളും ആൾക്കാർക്ക്. അപ്പൊ അഭിനയിച്ച് പ്രയോഗിക്കണ്ട, അവർ വന്ന് നോർമലി ബിഹേവ് ചെയ്തിട്ട് പോയാൽ മതി. കഥ അവരറിയണ്ടേ ഇതാണ് സീൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത്. ചിലർക്ക് നമ്മൾ കഥ പറഞ്ഞേ പറ്റൂ, കാരണം അത്ര ഇമോഷണലല്ലേ. അത് ത്രൂ ഔട്ട് വരുന്ന ഒരു പരിപാടിയൊക്കെ ആകുമ്പം പറഞ്ഞാൽ മതി. അത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഇവിടെ മലയാളത്തിലുള്ള എല്ലാ ആക്ടേഴ്സിനും കഥ പറഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാകുന്ന ആൾക്കാരാണ്. അവരതിനുവേണ്ടി അത്യാവശ്യം പണിയെടുക്കുന്നവരുമാണ്. പിന്നെ നമ്മൾ തന്നെ ആലോചിക്കുക, അപ്പോൾ എന്താ അവിടെ CCTV ഇല്ലാതിരുന്നത്, CCTVയുടെ ഒരു സാധ്യത എന്താ ഈ റൈറ്റർ എക്സ്പ്ലോർ ചെയ്യാതിരുന്നതെന്നൊക്കെ സിനിമ കഴിഞ്ഞ ഉടനെ ആളുകൾക്ക് ചർച്ചയിലുണ്ടാവും. ഒരു കുറ്റാന്വേഷണ സിനിമ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എഴുതുമ്പോൾ ഒരു ആസ് എ റൈറ്റർ ഇപ്പോൾ ഒരുപാട് പണ്ടത്തേക്കാൾ ഒരുപാട് കടമകളുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? ഇതിനകത്ത് ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒരു കോമഡി പറയാം. പിസ്റ്റൾ ഇല്ലാതെ ഒരു CI പോകുന്നു. ഈ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ പിസ്റ്റൾ വളരെ എളുപ്പമൊന്നുമല്ല. ഒരു CI സ്വന്തം സ്റ്റേഷനിൽ നിന്ന് പിസ്റ്റൾ എടുക്കണമെങ്കിൽ തന്നെ അവിടെ എഴുതി ഇത്ര റൗണ്ട് കയ്യിലെടുത്തു കൊണ്ടുപോകണം. അതിൻ്റെ അകത്തൊരു ഉണ്ട കാണാതെ പോയാൽ പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ മാത്രമേ ഉള്ളൂ CIമാർ ഫുൾ ടൈം എവിടെയെങ്കിലും കേസിന് പോകുമ്പോൾ തോക്കെടുത്തോണ്ട് പോവുക. കാരണം ഈ തോക്കുമായിട്ട് ഇനി പ്രതിയെ പിടിക്കാൻ പോയി വെടിവെച്ചാലും നമ്മൾ തന്നെ കുറ്റക്കാരാവും. ആക്ച്വലി ഇപ്പം നരിവേട്ടലുണ്ട് ഡയലോഗ്. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ട്രെയിനിങ്ങിനും എല്ലാം പോലീസ് നമ്മുടെ ട്രെയിനിങ് തരുന്ന ആൾ പറയും, എടാ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും നിനക്ക് എന്തിനോടെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് പ്രാർത്ഥിച്ചിട്ട് ഈ തോക്കെടുക്കുക. കാരണം ഇതുകൊണ്ട് വെടിവെച്ചാലും നമുക്ക് സസ്പെൻഷനാണ്. വെടിവെക്കാൻ ഓർഡർ വരുമ്പോൾ നമ്മൾ വെടിവെച്ചില്ലെങ്കിലും നമുക്ക് സസ്പെൻഷനാണ്. നേരെ മറിച്ച് പട്ടാളക്കാരൻ ഒരാളെ വെടിവെച്ച് വന്നാൽ ഹീറോയാ. പോലീസുകാരൻ വെടിവെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ പണിയാണ്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്ന വെടിവെപ്പുകളിലെ എല്ലാം പോലീസുകാരുടെ ഒരു അവസ്ഥ എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെയാണത്. അപ്പോൾ ഞാൻ പറയുന്നത് സിനിമ കണ്ട് ശീലിക്കുമ്പോഴാണ് CIയുടെ സകല സമയത്തും തോക്ക്. അപ്പൊ അങ്ങനെ എന്തോ ആരണ്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ CCTV ഫുട്ടേജ് കണ്ടാൽ മതി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ ആൾക്കാരുടെ ധാരണ. ഒരു മിനിമൽ ടൈമിൽ ഇത്ര മണിക്കൂർ CCTV ഫുട്ടേജ് എടുക്കണം. നമുക്കൊരു നമുക്കിപ്പോൾ ഇന്ന വണ്ടിയാണോ എന്ന് അറിയണമെങ്കിൽ അറിയാമെങ്കിൽ നമുക്ക് CCTV കണ്ടുപിടിക്കാം. ആ ടൈമിന് പോയ ഒരു 10,000 വണ്ടികളിൽ നിന്ന് നമുക്ക് അറിയാൻ മേലാത്ര വണ്ടിയെ നമ്മൾ ഐഡന്റിഫൈ എടുക്കണമെങ്കിൽ മിനിമം അത്രയും ഫുട്ടേജ് വെക്കാൻ എത്ര മണിക്കൂർ എടുക്കുമെന്നൊന്ന് ആലോചിക്കുക. എത്ര പോലീസുകാരുന്നല്ലായിട്ട്. അപ്പം CCTV ഓക്കെയാണ്. നമുക്കൊരു ക്ലൂ കിട്ടി ഇന്ന സാധനമാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് തപ്പാൻ എളുപ്പമായിരിക്കും. പക്ഷെ അതിൽ തപ്പി ഒരാളെ തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ളവരാണ്. ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് CCTV നോക്കിയാൽ പോരാണ്. ഒരു മിനിമൽ ടൈമിൽ അത് നടക്കില്ല. എത്രയോ പോലീസുകാരിരുന്ന് പണിയെടുക്കുന്നതാണ്. ഓരോ CCTV ഓരോ പോലീസുകാരിരുന്ന് നോക്കിയാൽ തന്നെ ഒരു 50 പോലീസുകാരിരുന്ന് നോക്കിയാലും ഒരു ദിവസം കൊണ്ട് നടക്കണമെന്നില്ലത്. ഇപ്പൊ അഞ്ചാം പാതിര കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് സിനിമകൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സീരിയൽ കില്ലർ ബേസ് ചെയ്തിട്ടൊരു സിനിമ ഷാഹിദ് കപൂറിനോട് എഴുതാൻ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെ ഷാഹിദ് കപൂർ എങ്ങനെയാണ് സമീപിക്കുന്നുണ്ടാവുക? ഞാൻ തൽക്കാലം അങ്ങനെ സമീപിക്കില്ല. കഴിഞ്ഞ ദിവസം ആരാണ്ടൊക്കെ പറഞ്ഞു ഇപ്പോൾ സീരിയൽ കില്ലിങ് പടം ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. കാരണം എങ്ങനെ ഒരു സീരിയൽ കില്ലർ വന്നാലും ഒരു ക്ലീശയുണ്ട് അതിൻ്റെ അകത്ത്. ഹോളിവുഡ് പടങ്ങൾ തൊട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന സോഡിയാക്ക് 7 ഒക്കെയാണ്. ഇതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ തുടങ്ങിയുണ്ട്. അതിൻ്റെ ഒരു പേര് പിടിച്ചിട്ട് തന്നെ ഇവിടെയും മാറാൻ പറ്റത്തുള്ളൂ. ഏതാ റിയൽ സീരിയൽ കില്ലേഴ്സിന്റെ ലൈഫ് നമ്മളിപ്പോൾ കാണാമല്ലോ. അല്ലാതെ ഡോക്യുമെന്ററീസ് ഒക്കെ ഉണ്ട്. അവർ വേറെ തന്നെ മനുഷ്യരാണ്. സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര ഫേക്കായിട്ട് നമ്മൾ ഈ ഫോർമാറ്റ് തന്നെ നമ്മളും പിടിക്കേണ്ടി വരും. എന്തോ പഴയൊരു മാനസിക പ്രശ്നം അതിന് കൊല്ലുന്നു. പോലീസുകാർ കുറച്ചുകൂടി മാന്യത പുലർത്തണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. എന്തിനാ ശരിക്കും അപ്പോൾ പോലീസുകാർ അനാവശ്യമായിട്ട് തെറി വിളിക്കുന്നു അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചീത്ത വിളിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്? പലപ്പോഴും കേരളത്തിലൊരു 20% പേര് പോലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് 80% പേര് കയറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം സിനിമയും മീഡിയയും കൊടുക്കുന്ന ഫീഡ്ബാക്കാണ്. ജനം പോലീസിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് ആദ്യമേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ തിരിച്ചു പറഞ്ഞു, നിങ്ങളൊരു പോലീസുകാരനെ വഴി കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ പറയുന്ന ആദ്യത്തെ വാക്കെന്തായിരിക്കും? ശത്രുവാണല്ലോ. ആ ബിഹേവിയറിലാണല്ലോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതാദ്യമേ മാറണം. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊച്ചുങ്ങൾക്ക് പണ്ട് ഭക്ഷണം കടത്തിക്കൊണ്ടിരുന്നത് കഴിച്ചില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്നാണ്. ഈ 1.5 വയസ്സുള്ള കൊച്ചിന്റെ തലയ്ക്കകത്ത് പോലീസുകാരാണ്. അവൻ എത്ര വയസ്സായാലും അത് മാറും. പിന്നെ പോലീസിന്റെ ഞാൻ പറയട്ടെ, പോലീസ് ബ്രൂട്ടാലിറ്റി ഇല്ലായിരുന്നൊന്നുമല്ല. ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് പോലീസായിരുന്നു. മിനിമം ആൾക്കാരെ വെച്ച് ഇവിടെ ആൾക്കാരെ അടിച്ചൊതുക്കി. അതിനുശേഷം ഭരണം വന്നതിന് ശേഷമാണേലും നക്സൽ
അല്ലെ CPM വേട്ട എന്നൊക്കെ പറഞ്ഞ് ഒരു സമയത്ത് ഭീകരമായി ഉണ്ടായി. ഒരു 70 അടിയന്തരാവസ്ഥ വരെ പോലീസിൻ്റെ ബ്രൂട്ടാലിറ്റി ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 80s ഒക്കെ മാറി ഒരു 90s തൊട്ട് PSC ടെസ്റ്റ് വഴി പോലീസുകാർ കയറാൻ തുടങ്ങി. അതിനുശേഷം നല്ല മാറ്റമുണ്ട്. അതിനുശേഷം ഇത്രയും ബ്രൂട്ടാലിറ്റി ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്ര കാലഘട്ടത്തിൽ. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് പോലീസുകാരെ ഇഷ്ടമല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമയും മീഡിയ ഉണ്ടാക്കിയത് തന്നെയാണ്. നിങ്ങൾ അടുത്തിടപഴകിയിരിക്കുന്ന എത്ര പോലീസുകാർക്കെന്ന് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പം എല്ലാവരും ജീവിക്കാൻ വേണ്ടി പോലീസുകാരായതാണ്. പിന്നെ പഴയ കണക്ക് അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞ മണിയാർ ക്യാമ്പിൽ അപ്പം ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു ആ സമയത്ത്. അപ്പം എനിക്ക് ആ ബാരക്കിൻ്റെ അന്ന് പുതിയ ബാച്ച് കഴിഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞ പിള്ളേരാണ് അല്ല ഒരു തീപ്പെട്ടി വെച്ചിട്ട് അവിടെ വലിക്കുന്ന ആൾക്കാരില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്രയും നീറ്റായിട്ടുള്ള പോലീസുകാരാണ് ഇപ്പോൾ ഉള്ളത്. സിനിമകളിൽ നിന്ന് സിനിമ ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഒരു സിനിമ കണ്ടു, ആ സിനിമയുടെ ഒരു കഥാതന്തു ഭയങ്കരമായിട്ട് വോക്കായി, അപ്പോൾ നമുക്കതൊന്ന് സിനിമ ഉണ്ടാക്കാം, അങ്ങനത്തെ ചിന്തകൾ വന്നിട്ടുണ്ടോ? ഇല്ല. എന്താ ഇപ്പോൾ ഇൻസ്പയർ ചെയ്യുന്നത്? പുസ്തകങ്ങൾ ഇൻസ്പയർ ചെയ്യുമോ? ജോസഫ് ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് കുറ്റാന്വേഷണ കഥ എഴുതാൻ പറ്റുമെന്നൊരു സംവിധായകൻ പറഞ്ഞിട്ട് എഴുതിയതാണ് ജോസഫ്. എന്ന് വെച്ചാൽ ഒരു കുറ്റാന്വേഷണം എനിക്കൊന്നുമില്ല, പക്ഷേ കുറ്റാന്വേഷണം എഴുതിയാൽ ചിലപ്പോൾ സിനിമയിൽ വരാൻ പറ്റും തിരക്കഥ. അതിനു മുമ്പ് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് വായിച്ച ആളാണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞത്. അങ്ങനെ എഴുതിയതാണ് ജോസഫ്. നായാട്ട് ഒരു ബൈ ചാൻസ് കേട്ടൊരു ഇവൻ്റാണ്, ഒരു ഇൻസിഡൻ്റാണ്. 2 ദളിത് കുട്ടികൾ 3 പോലീസുകാർ ട്രാവൽ ചെയ്ത വണ്ടി ഇടിച്ച് അവർക്കെതിരെ ഇങ്ങനത്തെ സെക്ഷൻ ഇട്ട് അവർ ഒളിവിൽ പോയി. എനിക്കൊന്ന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ടാണ് തിരിച്ചു വന്ന് സെറ്റാവുന്നത്. അതൊരു പൊതു ഇലക്ഷൻ സമയത്ത്. അത് ആ വേർഡാണ് എന്തോ കണക്റ്റായി. അതിൽ എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. എലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമയിലോട്ട് വരുമ്പം അവർ രണ്ടും എഴുതിയൊരു കഥയാണ്. അത് വേറെ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു, അത് ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് സിനിമ ചെയ്യണമെന്ന് ഇങ്ങനൊരു പോയിന്റ് വന്നു. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ഈ പറയുന്ന കണക്കാണ് വേറൊരു സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിന് വേണ്ടി ഉണ്ടാക്കിയൊരു തോട്ട് പ്രോസാണ്. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞപ്പം 1-2 പേര് പറഞ്ഞു വേണ്ട, അത് പഴയ ആദ്യത്തെ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഇത് വെറുതെ കിടന്നപ്പോൾ ഇതൊരു ചാൻസായി. അപ്പോൾ വെറുതെ ഇങ്ങനൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്ന അത് സിനിമയായി, കൊമേഴ്ഷ്യൽ വർക്കൗട്ടാവുമെന്ന് തോന്നി. ആ മീറ്ററി അങ്ങനെ പോയി. ഇപ്പോൾ റോന്ത് എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി ഇത് പറയണമെന്ന് തോന്നി. എനിക്ക് ഇഷ്ടമുള്ളൊരു രസമുള്ള സിനിമയായിട്ട് തോന്നി. എൻ്റെ ഒരു ഇഷ്ടമുണ്ട് ഈ സിനിമയ്ക്ക്, അതാണ് റോന്ത്. ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത സിനിമ ഏതായിരുന്നു? ഏറ്റവും അധികം എന്നെ ഒരു ഇങ്ങനെയും സിനിമകളുണ്ട് എന്ന് പൊളിറ്റിക്സ് പഠിപ്പിച്ച സിനിമകളൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടഹാർ മക്ബൽ ബഫിൻ്റെ. പിന്നെ എനിക്ക് കുറസോയുടെ സ്ട്രേഡോ എന്ന് പറഞ്ഞ പടം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടങ്ങളാണ്. നേരത്തെ പറഞ്ഞ ഹോട്ടൽ റവാണ്ട എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതെനിക്കിഷ്ടമാണ്. കുറച്ച് പടങ്ങളുണ്ട്, അങ്ങനെ ഇഷ്ടമുള്ള പടങ്ങൾ കുറച്ചുണ്ട്. ഈ പടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ ഡൗൺ ആകുമ്പോൾ ആ സിനിമ പോയി കണ്ട് റീവാച്ച് ചെയ്ത് ചാർജ് ചെയ്ത് പിന്നെയും പോയി എഴുതി. ഈ പടങ്ങളൊന്നും പോയി അങ്ങനെ ഹാപ്പിനെസ്സിന് വേണ്ടി കാണുന്ന പടങ്ങളല്ല. ഹാപ്പിനെസ്സിന് കാണാൻ ഞാൻ ഇപ്പോഴും ഇവിടുത്തെ പഴയ പ്രിയദർശൻ സാർ, സത്യനന്ദിക്കാട്, മോഹൻലാൽ, ശ്രീനിവാസൻ പടങ്ങളാണ് കാണാറുള്ളത്. കാരണം ഇപ്പോഴും റിപ്പീറ്റ് കാണുന്നത് അതൊക്കെയാണ്. ഇപ്പം എപ്പോൾ ഇരുന്നാലും അങ്ങനത്തെ പടങ്ങൾ വരുമ്പം ആ ഫൺ പടങ്ങളുണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് അക്കരെ 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 എനിക്കൊന്നും അതൊക്കെ ഇപ്പോഴും അങ്ങനത്തെ ചുമകൾ എപ്പോൾ വന്നാലും ടി വിയിലുണ്ടായി ചുമ്മാ ഇരുന്നങ്ങ് കണ്ടോണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ സിനിമ എഴുതാനുള്ള ശ്രമം ആലോചന വന്നിട്ടുണ്ടോ? ഇല്ല, അത്യാവശ്യം ഞാൻ ഇങ്ങനെയാണ് വർക്കാവുന്നത്, അപ്പോൾ കഞ്ഞൂടി ഇങ്ങനെ അടക്കട്ടെ എന്നുള്ള ചിന്തയാണ്. അത് എഴുതാൻ പറ്റുന്നവരും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും ഭയങ്കര പാടാണ്. ഇപ്പം ചിരിപ്പിക്കാനാണ് ഭയങ്കര പാട്. കാരണം ആ ചിരി വർക്കായില്ലെങ്കിൽ തീർന്നു സിനിമ, അപ്പാടെ പോകും. നിങ്ങൾക്ക് റീൽസ് വരുന്നു, നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ബ്രേക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തൊരു ഹ്യൂമർ ഉണ്ടാക്കി മാത്രമേ സിനിമ നിൽക്കൂ. ഇപ്പോൾ അപ്പോൾ നല്ല പണിയാണ്. റോന്ത് 13-ന് റിലീസാവുന്നു. പ്രേക്ഷകർ കൂടെ കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുന്ന കഥാസന്ദർഭങ്ങൾ അത് 10 മിനിറ്റ് അപ്പുറത്തേക്ക് നീട്ടാനുള്ള ഒരു ശ്രമമുണ്ടോ? ഇല്ല, ഈ കഥയും കഥാപാത്രങ്ങളുടെ ആൾക്കാരുള്ളിൽ നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സിനിമയുടെ എന്നോട് ചോദിച്ചാൽ ഏറ്റവും മനോഹരമായ എന്താണെന്ന് ചോദിച്ചാൽ റോഷൻ്റെയും പോത്തൻ്റെയും അഭിനയം തന്നെയാണ്. അവർ ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ ഭയങ്കരമായി കണക്റ്റ് ആവും. പിന്നെ സാഹചര്യങ്ങളും മറ്റേ അങ്ങനത്തെ ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കണക്ക് ഉള്ള ഹൈ ഡ്രാമ അങ്ങനത്തെ ത്രില്ലറോ ഒന്നുമല്ല. നല്ല 2 മനുഷ്യരായിട്ട്, നല്ല 2 പോലീസുകാരായിട്ട് ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അതെൻ്റെ വിശ്വാസമാണ്. എന്തൊക്കെയാ ഭാവി എഴുത്തുകൾ? ഭാവി 1-2 പടങ്ങളുണ്ട് എഴുത്ത്. അങ്ങനെ പറയാറായിട്ടില്ല. രതീഷ് അമ്പാട്ട്, രതീഷേറിന് വേണ്ടി ഞങ്ങളൊന്നും ആയില്ല. അതിൻ്റെ ഇനിഷ്യൽ ചിന്തകളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതൊരു പടം അതിപ്പോൾ പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് പോലീസുകാർ മലയാള സിനിമയിൽ വന്നു പോകട്ടെ ഷാഹിദ് കപൂറിൻ്റെ എഴുത്തിലൂടെ. അല്ലാത്ത മനുഷ്യരെയും സ്ത്രീകളെയും പ്രണയങ്ങളും ഒക്കെയും വരട്ടെ. ഓക്കെ, നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്.
English Cafe. We present you the perfect English. WhatsApp now 9633 888 575.